നമ്മള് എന്താ പറയാ, വേറെ എവിടെയൊക്കെ എന്തൊക്കെ പോയി നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം നാട്ടിൽ വന്ന് നമ്മളെ കാണാൻ 4 ആളുണ്ടാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ വിചാരിക്കും ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ കാര്യം മാത്രം പറയുന്നതെന്ന്. ഞാൻ എൻ്റെയും കൂടി കാര്യം പറഞ്ഞതാണ്. നമ്മൾ രണ്ടുപേരും എറണാകുളംകാരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ, അതും സുഭാഷ് പാർക്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഇത്ര നിറഞ്ഞൊരു വേദിയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ബിഗ് വിൻ ഫോർ ബോത്ത് ഓഫ് അസ്. അപ്പോൾ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ഒരു കയ്യോടെയോടെ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. കൊച്ചിയിൽ ഹോർത്തൂസ് വരുന്നു 2nd എഡിഷൻ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട കമൻറ്റും ചീത്തപ്പേരും ഒന്ന് തന്നെയാണ്. കോഴിക്കോട് വരുന്ന ആൾക്കാരൊന്നും കൊച്ചിയിൽ വരില്ല, കൊച്ചിക്കാരൊക്കെ അങ്ങനെ എന്നൊക്കെ. അങ്ങനെയല്ല എന്ന് തെളിയിച്ചതിന് ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മെയിൻ റീസൺ ജോസഫ് അന്നൻകുട്ടി ജോസ് എന്നൊരു പേര് ഇത്രയും വലിയൊരു ക്രൗഡ് പുൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടു ഹോർത്തൂസ് എഡിഷൻ 2. താങ്ക് യു. ജോസഫിന് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാത്തതിൻ്റെ കാരണം എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ പല പല ടൈറ്റിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഒക്കെ സ്വന്തം പേരൊരു ബ്രാൻഡാക്കിയ ആളാണ്. അതുകൊണ്ടാണ് അതിലേക്കൊന്നും പോകാഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനെവിടെ കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് എന്ത് സംസാരിക്കാൻ പോകുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വേൾഡ് ഡ്രിവൻ ബൈ സോഷ്യൽ മീഡിയ. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, എന്ത് റിലേഷൻ ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ ഒരു വാലിഡേഷൻ, ഒരു ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാൻ, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ എല്ലാത്തിലും സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഹൃദയത്തിനും ഹാഷ്ടാഗിനും ഇടയിൽ എന്നുള്ളൊരു വിഷയത്തിൽ സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അതിനിപ്പോൾ ഏറ്റവും ആപ്റ്റായ ഒരാള് ജോസഫാണ്. കാരണം ആരെങ്കിലും ശ്രദ്ധിച്ചോ ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ ലൈഫിൽ ഒരു പുതിയ ഹാഷ്ടാഗ് എന്തായിരുന്നു? മാരേജോ? അതാണോ പുതിയ ഹാഷ്ടാഗ്? പുള്ളി സ്വന്തമായിട്ട് ഒരു ഹാഷ്ടാഗ് ക്രിയേറ്റ് ചെയ്തില്ലേ? ഞാനും അത് തന്നെയാണ് കരുതിയത്. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഓക്കെ, അപ്പം എനിക്കറിയാം ജോസഫ് അന്നൻകുട്ടി ജോസിനെ ഒരുപാട് പേര് സ്നേഹത്തോടെ ജോപ്പൻ എന്നാണ് വിളിക്കുന്നത്. ആ ജോപ്പൻ എന്നൊരു പി ഒഴിവാക്കി ഒരു എൻ ആഡ് ചെയ്ത് ജോപ്പ് ആൻ എന്നൊരു പുതിയ ഹാഷ്ടാഗ് ആരെങ്കിലും ശ്രദ്ധിച്ചോ? കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു ഹാഷ്ടാഗിലേക്ക് എത്തി. ലൈഫിലൊരു പുതിയ കൊളാബറേറ്റർ വന്നു. അപ്പം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. പുതിയ ഹാഷ്ടാഗിലേക്കും പുതിയ കൊളാബറേറ്ററിലേക്കും എങ്ങനെയുണ്ട് ജീവിതം? വിവാഹം കൊളാബറേഷൻ ആണെന്ന് പറഞ്ഞത് നന്നായിരിക്കുന്നു. വളരെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ് ഞാൻ. ഒരു നല്ലൊരു കാലഘട്ടത്തോളം ഒറ്റയ്ക്ക് ജീവിച്ച്, ഒറ്റയ്ക്കുള്ള ജീവിതം ആസ്വദിച്ച്, ആ ആസ്വാദനത്തിൻ്റെ എഡ്ജിൽ ഒരു മടുപ്പൊക്കെ അനുഭവപ്പെടുകയും ഒരു കൂട്ട് നിന്ന് വളരെ സിൻസിയറായിട്ട് ചിന്തിച്ചു തുടങ്ങുകയും ചെയ്ത് അതിൻ്റെ ഒരു എൻഡായിരുന്നു ആൻ. പിന്നെ ആനെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ഞങ്ങൾ കുറച്ചു കാലം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ വിവാഹ ജീവിതം പറയാൻ 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. അടിപൊളിയാണ്, സൂപ്പറാണെന്ന് പറയാൻ ഞാൻ ആളായിട്ടില്ല. പക്ഷേ ഞാൻ കരുതിയതിലും സന്തോഷം എനിക്ക് കൂടുതലുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും സമാധാനം വിവാഹ ജീവിതത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് ഐ എം എ ഹാപ്പി പേഴ്സൺ ആസ് ഓഫ് നൗ. വണ്ടർഫുൾ. അപ്പം ആനും ഹാപ്പി ആയിരിക്കും ഇത് കേൾക്കാൻ. നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും ഹൽദി, മെഹന്തി, റിസപ്ഷൻ, എൻഗേജ്മെൻറ്റ്, പ്രപ്പോസൽ, സേവ് ദ ഡേറ്റ്, എന്തൊക്കെയുണ്ടോ ഓരോന്നിനും ടീസറും ട്രെയിലറുമായിട്ട് പോസ്റ്റ് ചെയ്യേണ്ട ഒരു സമയത്താണ് ജോസഫ് ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞൊരു പോസ്റ്റ്. കല്യാണത്തിന് ശേഷമാണ് ജോസഫ് അത് പറയുന്നത്. എനിക്ക് തോന്നുന്നു എന്താ പറയുക, കീപ് ഇറ്റ് പ്രൈവറ്റ് അൺടിൽ ഇറ്റ്സ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു രീതിയാണ് എടുത്തത്. വൈ? ബിക്കോസ് യു ആർ ഓൾസോ എ കോണ്ടന്റ് ക്രിയേറ്റർ. ഞാൻ ഒരിക്കലും സ്വയം ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനോ വ്ളോഗറിനോ ഇൻഫ്ലുവൻസറിനോ ഒന്നും വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എൻ്റെ അടുത്ത് ചിലരൊന്ന് പരിചയപ്പെടാറുണ്ട് ഞാൻ ഇൻഫ്ലുവൻസർ ആണെന്ന്. എനിക്കൊക്കെ അറിയാവുന്ന ഗാന്ധിജീനെയൊക്കെയാണ്. അപ്പോൾ ഒരാളെ സ്വാധീനിക്കാൻ മാത്രം എന്ന് നമ്മൾ തന്നെ പേരിടണമെങ്കിൽ നമ്മൾ അത്രയും മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവണം. അപ്പോൾ ഒരിക്കലും ഒരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് ഞാൻ എന്നെ കാണുന്നില്ല. അറിയാമെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട്, ഏതാണ്ട് 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ 3 മാസമൊക്കെ എടുക്കുന്നുണ്ട്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്തായാലും ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഒരു വീഡിയോ ചെയ്യാൻ മാത്രം, എന്നെ കേൾക്കാൻ മാത്രം, എന്തെങ്കിലും എനിക്ക് പറയേണ്ടതുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രം വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് വിളിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ വിവാഹം എന്നത് വലിയ ആഘോഷങ്ങൾ വേണ്ട എന്നുള്ളത് പണ്ടേ എടുത്തൊരു തീരുമാനമാണ്. അത് ഈ പബ്ലിക് ഫിഗർ ലൈനിൽ മുൻപേ അങ്ങൊരു ചിന്തയുണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ പബ്ലിക് ഫിഗർ എന്നും ഇപ്പോൾ ഇവിടെ വന്നൊക്കെ ഇരിക്കുമ്പോഴും എനിക്കൊരു പ്രോഗ്രാമിൻ്റെ സെൻറ്റർ ഓഫ് ദി അട്രാക്ഷൻ ആവാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. വിവാഹത്തെ വെറുക്കാൻ അന്നത്തെ കാലത്ത് വിവാഹം വേണ്ടാന്ന് തീരുമാനിക്കും ഒരു കാരണം ഒരുപാട് ഫോട്ടോയ്ക്ക് ചിരിക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ്. അതുപോലെ ഒത്തിരി ആളുകൾ, പരിചയമില്ലാത്ത ഒരുപാട് ആളുടെ അപ്പൻ്റെ ബന്ധത്തിൽപ്പെട്ട കുറേ അങ്കിള്, കസിൻ, അമ്മയുടെ ബന്ധത്തിൽ കുറേ, ഇവരൊക്കെ ആരെന്തിനേ എന്നൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരാറുണ്ട്. അപ്പം അതിനേക്കാൾക്കുപരി
എൻ്റെ ഏറ്റവും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് വിവാഹം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺഷ്യസ്ലി ആലോചിച്ച് എനിക്ക് വേണ്ടി എടുത്ത തീരുമാനമായിരുന്നു എൻ്റെ വിവാഹം. അതിനകത്ത് അപ്പനും അമ്മയും ഇൻവോൾവ് ആയിട്ടില്ല. അവർ ഒരു പാർഷ്യൽ ലിസണേഴ്സ് ആയിരുന്നു. ഇപ്പം എൻ്റെ വിവാഹം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്തണം, സൈലൻ്റായി പോകണം. പിന്നെ ആ വിവാഹം സിമ്പിളായി നടത്തിയതിന് പിന്നിൽ കൃത്യമായൊരു കാരണമുണ്ട്. എനിക്കത് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ല. അതിന് പുറകിലൊരു റീസൺ ഉണ്ട്. ആ റീസണിനോട് യോജിക്കാൻ തയ്യാറായി, എൻ്റെ ഫാമിലി തയ്യാറായി. ഞാനിങ്ങനെ വിവാഹം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ യുവതികൾ എന്നോട് ചോദിച്ച ചോദ്യം, ചേട്ടാ എനിക്ക് ഇങ്ങനെ നടത്തണമെന്നുണ്ട്, പക്ഷെ അപ്പൻ്റെ അമ്മയുടെ സമ്മതം കിട്ടുക ഇറ്റ്സ് ഇമ്പോസിബിൾ. ഞാൻ ആ കാര്യത്തിൽ ഭാഗ്യവാനാണ്. എൻ്റെ അപ്പച്ചനെ പൊതുവെ അമ്മ വിളിക്കുന്നത് ആഘോഷങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ്. അപ്പനൊരു 3 വർഷം മുമ്പൊക്കെ സമയം കളഞ്ഞിരുന്നത് വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ കല്യാണക്കുറി ഡിസൈൻ ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ 4 സെക്യൂരിറ്റീനെ എവിടെ വെക്കണം, അഡ്ലക്സിൽ വെച്ച് തന്നെ നടത്തണം, 2 സെക്യൂരിറ്റി കാറ് മാറ്റിയിടാൻ, ഇങ്ങനെ സ്വപ്നം കണ്ട് നടന്നൊരു മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ പറയാണ് ഒരാഘോഷമില്ല. കല്യാണം കഴിക്കുന്നു, അപ്പം പറഞ്ഞു കുറച്ചേരേക്ക് വിളിക്കണ്ടേ, കുറച്ച് ഫ്രണ്ട്സിനേക്ക് വിളിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ അപ്പൻ എൻ്റെ ആഗ്രഹത്തിന് തയ്യാറാവുകയായിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനം കാലങ്ങളായിട്ടുള്ളതാണ്. ഇങ്ങനെ പ്രൈവറ്റായിട്ട് നടത്തിക്കൊണ്ട് ഒരു മാതൃകയാവാനൊന്നും ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. നമുക്കൊരു മാതൃകയാവണ്ട, എൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ്, അതോട് യോജിക്കാൻ ആ കുട്ടി തയ്യാറായി. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും ഇത് ഹാപ്പിനെസ്സായി മാറി. ഇറ്റ് വാസ് എ ചോയ്സ് മെയ്ഡ് ഔട്ട് ഓഫ് എ കോമൺ ഡിസിഷൻ. അത്രേ ഉള്ളൂ. കുറച്ച് കാശും ലാഭിച്ചു. അങ്ങനെ ഓരോരുത്തർ മനസ്സ് പോലെ നമുക്ക് അതിനെ കാണാൻ പറ്റുന്നു. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ അത് സോഷ്യൽ മീഡിയയുടെ മാത്രം കാര്യമല്ല, കാലാകാലങ്ങളായിട്ട് നമ്മൾ എപ്പോഴും എന്തൊക്കെയോ ആവാൻ വേണ്ടി ആസ്പയർ ചെയ്യുന്ന ആളുകളാണ്. പണ്ടൊരു കാലത്താണെങ്കിൽ ബിഗ് സ്ക്രീനിൽ കണ്ട എന്താ പറയുക എല്ലാവരും ഇടിച്ചിടുന്ന ക്യാരക്ടേഴ്സ് ആവാൻ, നായകന്മാരാവാൻ ആഗ്രഹിച്ചെങ്കിൽ പിന്നീട് എപ്പോഴോ അത് മിനി സ്ക്രീനിലോ OTT-ലോ കണ്ടവരിലേക്ക് എത്തിയെങ്കിൽ ഇപ്പോൾ ഇത് ഫോൺ സ്ക്രീനിലേക്ക് എത്തി. ഫോൺ സ്ക്രീനിൽ നമ്മൾ കാണുന്ന കോണ്ടന്റ് എന്താണോ അതുപോലെയൊക്കെ ജീവിതമായാൽ കൊള്ളാം എന്നൊരാഗ്രഹം. പക്ഷേ ഇപ്പോൾ നമ്മൾ വൈൽ വി ആർ ടോക്കിംഗ് അബൌട്ട് ലവ് ആൻഡ് കണക്ഷൻസ് ഇൻ സോഷ്യൽ മീഡിയ, നമ്മൾ കാണുന്ന കുറേ കപ്പിൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരുടെ ജീവിതം റിയൽ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്കും അറിയാം കുറേയൊക്കെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്നാലും റിലേഷൻഷിപ്പ് ഗോൾസ്, കപ്പിൾ ഗോൾസ്, പിക്ചർ പെർഫെക്റ്റ് ലൈഫൊക്കെ കാണുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലാണ്. എവിടേക്കോ അതാവാൻ നമ്മളും ആഗ്രഹിച്ചു പോകും. എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, എൻ്റെ ലൈഫ് ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ. എവിടേക്കോ ഒരു അൺറിയലിസ്റ്റിക് ആയ റിലേഷൻഷിപ്പ് ഗോള് സെറ്റായി പോകുന്നുണ്ടോ സോഷ്യൽ മീഡിയയിലൂടെ? നമ്മളെന്ത് ആസ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ മാട്രിമോണി വഴി വിവാഹം കഴിച്ച ഒരാളാണ്. അപ്പോൾ നമുക്ക് പല പ്രപ്പോസൽസ് വന്നു. അതിനകത്തൊരു ലേഡി ട്രാവൽ വ്ളോഗറാണ്. അവർക്ക് ഭർത്താവിൽ വേണ്ട ഒരു ക്വാളിറ്റി, ഹീ ഷുഡ് ബി റെഡി ടു ട്രാവൽ. പോവാന്ന് പറഞ്ഞാൽ അപ്പോൾ പൊക്കോളൂ, യെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകേണ്ടി വരും. എനിക്കത് ഒരിക്കലും പറ്റില്ല. അപ്പോൾ അവർ കൃത്യമായിട്ട് അവരുടെ കാര്യം അവർ മുമ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്, എൻ്റെ ലൈഫ് ട്രാവലിംഗ് ആണ്, കോണ്ടന്റ് ക്രിയേഷൻ ആണ്. നിങ്ങളും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, നമുക്ക് ഒരുമിച്ച് നല്ലൊരു ജീവിതം മുമ്പോട്ട് വെക്കാമെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ അത് ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ല എന്ന് ഞാൻ എന്നോട് എല്ലാ ദിവസവും പറയുന്ന ഒരാളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണി പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു കപ്പിൾ ഇങ്ങനെ സെൽഫി ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ മാതാവിൻ്റെ പുറകിലുണ്ട്, ഒരു യേസ് എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുന്നു. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ എന്നോട് അവൾ ചോദിച്ചു, ഇതാണോ മറ്റേ വ്ളോഗർ? അവർക്ക് വേറെ ആളെ കിട്ടിയോ എനിക്കറിയില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ കൂടുതൽ യങ്സ്റ്റേഴ്സാണ് എന്നെ കേൾക്കുന്നത്. കുറച്ച് വൈകി വിവാഹം കഴിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങളോട് ചോദിക്കണം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്താണെന്ന് അറിയോ? അത് ഗോൾഡല്ല, ലാൻഡല്ല, നിങ്ങൾ ഏത് മനുഷ്യനിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നതാണ് നിങ്ങളുടെ ജീവിതം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയിലാണ്. നമുക്ക് 100% ഒരിക്കലും അറിയാൻ പറ്റില്ല. പക്ഷെ അറിയാൻ ശ്രമിച്ച് നമ്മളെ കൊണ്ടാവുന്നൊക്കെ ചെയ്തിട്ട് നമ്മളൊരാളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അയാളൊരു ട്രാവൽ വ്ളോഗർ ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കൂടെ നിൽക്കാൻ, നമ്മൾ ചില കപ്പിൾ റീൽസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പെൺകുട്ടിക്ക് നല്ല വഴക്കമുണ്ട് റീൽ ചെയ്ത്. മറ്റേ പുള്ളി അഭിനയിക്കുമ്പോൾ നമുക്കറിയാം പാവം കഷ്ടപ്പെടുകയാണ്. ചില കാര്യങ്ങൾ നേരെ തിരിച്ചുമാവാം. ഇപ്പം നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഗോള് കണ്ടെത്തുക. ഇതുപോലെ ആവാം എന്നുള്ളത് റിയൽ ലൈഫും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്നോടൊക്കെ എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, സെലിബ്രിറ്റി ലൈഫ് അല്ലെങ്കിൽ പബ്ലിക് ഫിഗർ ലൈഫ് എപ്പോഴും നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമില്ലെന്ന്. അല്ല, എൻ്റെ ലെഗ് ഇഞ്ചുറി വന്ന് പ്ലാസ്റ്റർ വെട്ടുമ്പോൾ ഞാൻ സെൽഫി എടുത്തിട്ടുണ്ട്. എന്നെ നടന്ന് നമ്മളിങ്ങനെ ചിരിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ബീയിങ് എ പബ്ലിക് ഫിഗർ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തിരിച്ചറിയപ്പെടുക. ഒരു കപ്പിൾ പുറത്തു ഇവരാ കപ്പിളല്ലേ എന്ന് പറയുമ്പോൾ ഒരു ആനന്ദം,
അതിൻ്റെയൊക്കെ അപ്പുറത്തോട്ട് ലൈഫ് എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, അപ്പനമ്മ വീട്ടിൽ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾ ഒച്ച എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ഒരു കോളിംബെല്ല് കേൾക്കുന്നു. കോളിംബെല്ല് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇങ്ങനെ നിന്ന് നിങ്ങൾ ഒന്ന് ശാന്തരാവും. നിങ്ങൾ ആ ഡോറിൻ്റെ അടുത്ത് എത്തണ വേണ്ട ഒരു 5 സെക്കൻഡ് മുമ്പ് നിങ്ങൾ കുറച്ചുകൂടി മാന്യനാവും അല്ലേ? നമ്മൾ ആ വാതിൽ തുറക്കുമ്പോൾ എന്താണ്, എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ. പിന്നെ അയാളോട് വർത്താനം ഇല്ല വേണ്ട ഏട്ടാന്ന് തിരിച്ചു പോയി കഴിയുമ്പോൾ നേരത്തെ അത്രയും ദേഷ്യത്തോടു കൂടിയല്ല നമ്മൾ പോകുന്നത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് മനുഷ്യൻ. ഇപ്പം ഈ കാണുന്നതൊന്നും അല്ല മനുഷ്യൻ. ഞാൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ ജീവിതം എപ്പോഴും നന്മ പറഞ്ഞതാണോ. കാരണം നമ്മൾ ഓടി നടന്ന് എന്നോട് വഴി തടഞ്ഞൊക്കെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ഓൺലൈൻ മീഡിയ, വെരി ഫേമസ് ഓൺലൈൻ മീഡിയ, അതന്നെ. അപ്പോൾ നോ പോയിന്റ്സ് ഫോർ ഗെസ്സിങ്. ഇവിടെ ഉണ്ടെങ്കിൽ നമസ്കാരം. ഞാൻ ലിഫ്റ്റിലേക്ക് കയറാൻ പോകുന്നിടത്ത് ചേട്ടാ ഇപ്പൊ ഒരു മോട്ടിവേഷൻ ഉണ്ടോ എന്ന് വെച്ചു. ഞാൻ കയ്യിലുണ്ടോ. നമ്മൾ എങ്ങനെയാണ് ലിഫ്റ്റിൽ കയറുന്ന നേരത്ത് മോട്ടിവേഷൻ കൊടുക്കുക? ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പറയാം, അല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ല. അപ്പം മനുഷ്യനെ ഇതാണ്, ഇയാൾ എപ്പോഴും നന്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ വേളാങ്കണ്ണി പേപ്പർ സംബന്ധിച്ചൊരു പ്രശ്നം കുറച്ച് പേർക്ക് നമ്മളറിയാം. അപ്പോൾ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് തന്നെ അറിയാം, അയാളൊന്ന് സെൽഫി എടുക്കുന്നു. അപ്പം അയാളുടെ കൊച്ചുമോൻ ആരാണ് ചോദിക്കുന്നത്, അയാൾ ആരാ? അപ്പോൾ എൻ്റെ കൂടെ സെൽഫി എടുത്ത ആൾക്ക് മാത്രമേ എന്നെ കുറിച്ച് അറിയുള്ളൂ. അപ്പം ആ കൊച്ചിൻ്റെ അമ്മമ്മ അത് സീരിയൽ നടനാ. അപ്പം അമ്മ വേറൊരാൾ പോയിച്ച് അയാൾ പാട്ടുകാരനാ. നമ്മൾ വേറെ എന്തൊക്കെയോ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാണ്. ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കും, ഇപ്പം എന്നെ നിങ്ങളെ കാണുന്ന ഞാനാണ് ഏറെക്കുറെ ഞാൻ. അതിൻ്റെ അപ്പുറത്തോടെ എന്നെ അറിയാവുന്ന എൻ്റെ അപ്പനും അമ്മയ്ക്കാണ്. അതുകൊണ്ട് നിങ്ങളൊരു വ്ളോഗിങ് കണ്ട് ഇതുപോലെ വ്ളോഗ് ചെയ്ത് വിവാഹം നടത്താന്ന് വെച്ചാൽ അത് ജീവിതം വെറും ഒരു വ്ളോഗായി മാറും. കുറച്ചാളുടെ ലൈക്ക്, കുറച്ച് കമൻറ്റ്, എന്ത് നേടും അവസാനം? ആബ്സല്യൂട്ട്ലി നത്തിങ്. നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നൊരു സന്തോഷം. നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പിലും പോകുമ്പോൾ ഈ മനുഷ്യന് ഞാൻ എത്ര കോമ്പാറ്റബിൾ ആയിരിക്കും, അയാൾക്ക് ഞാൻ എത്ര കോമ്പാറ്റബിൾ ആണ്. ആൻഡ് ലെറ്റ്സ് ട്രൈ. ബാക്കി വിധി പോലെയാണ്. ഇപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ കണ്ട് അനുകരിക്കപ്പെടേണ്ടതല്ല കപ്പിൾ ലൈഫെന്നും പ്രണയമൊന്നും സ്നേഹമെന്നൊക്കെ തോന്നിപ്പോന്നു. സോഷ്യൽ മീഡിയയുടെ ഇടയിൽ അപ്പൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു ജോസഫിനേക്കാൾ തന്നെ അത്രയധികം ആരാധകരുള്ളതാണ് ജോസഫിൻ്റെ അപ്പന്. ഒരു നല്ല വ്ളോഗർ, ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. പൂട്ടിയിട്ടതാണോ ഒരു കോമ്പറ്റീഷൻ ആവാതിരിക്കാൻ? അല്ലല്ല, അപ്പന് എല്ലാം പരിശീലിക്കണമെന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പന് നമ്മൾ ഫോൺ വാങ്ങിച്ചു കൊടുത്തു, ടച്ച് സ്ക്രീൻ. അതിനുശേഷം സംഭവിച്ച കാര്യം, അപ്പന് ഒരുപാട് ബന്ധങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് അനാവശ്യ കോളുകൾ എനിക്ക് വരാൻ തുടങ്ങി. ഈ പോക്കറ്റിൽ കിടന്ന് കോള് വരിക. അവസാനം ഇപ്പം ഗൂഗിൾ പേ വെച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ചങ്കൊന്ന് പടച്ചു. മറ്റേത് കോളേ പോകുള്ളൂ, ഇനി പൈസ പോവും. അപ്പനൊരു ആർട്ടിസ്റ്റാണ്. അപ്പം പണ്ട് നെടുമുടി വേണിച്ചേട്ടൻ്റെ ഒപ്പം തിലകൻ്റെ ഒക്കെ ഒപ്പം നാടകത്തിന് അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ നമുക്കൊരു ഇൻസൈറ്റ്സ് എന്നൊരു കോളം ഉണ്ട്. അതിനകത്ത് നമ്മൾ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടവരാണ് നമ്മളെ ഫോളോ ചെയ്യുന്നതെന്ന് അറിയാം. 70 വയസ്സിന് മുകളിൽ ഫോളോ ചെയ്യുന്ന ഒരാളേ ഉള്ളൂ എന്നെ, എൻ്റെ അപ്പനാണ്. നമുക്ക് അപ്പനായതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അപ്പനായിരുന്നുകൊണ്ട് ഓക്കെ, വേറെയുള്ളവരുടെ അപ്പനായിരുന്നു. അപ്പൻ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വീഡിയോൻ്റെ താഴത്ത് പോലും ഇത് നാളെ ഔട്ടായി വരുമ്പോൾ അപ്പൻ ഇരുന്നിങ്ങനെ എണ്ണും കമൻറ്റുകൾ. എന്നോട് ഇടയ്ക്ക് നടന്നു പോണ നേരത്ത് 1 lakh വ്യൂസ് എന്ന് പറഞ്ഞിട്ട് പോകും. എനിക്ക് മനസ്സിലാവില്ല എന്താണ് 1 lakh വ്യൂസ്. അപ്പം എൻ്റെ ഏതൊരു വീഡിയോ 1 lakh വ്യൂസ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ആഗ്രഹിച്ചു, പക്ഷെ വളരെ നേരത്തെ ജനിച്ചു പോയി പുള്ളി. അതിൻ്റെ ബുദ്ധിമുട്ടുള്ളൂ. അതുപോലെ എൻ്റെ കമൻറ്റിൽ ആരെങ്കിലും ഇവൻ ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞാൽ അവൻ എന്ത് അവകാശം ഉണ്ടോ അത് പറയാൻ ഒക്കെ പറഞ്ഞു. അപ്പം വെറുതെ അവനെ ഒച്ചയെടുക്കണം എനിക്ക് കേൾക്കാം. പക്ഷെ ഞാൻ അതൊക്കെ കിടന്ന് ഇപ്പോൾ ആസ്വദിക്കുന്ന ഒരാളാണ്. ഒരിടയ്ക്ക് തിരുത്തുമായിരുന്നു അപ്പനെ, അപ്പം ഞാനല്ല മമ്മൂട്ടി മോഹൻലാലൊക്കെ എന്നോട് അപ്പൻ്റെ നേരം മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞ കേരളത്തിൽ പിന്നെ ഞാനാണ് ഏറ്റവും ഫേമസ് എന്നാണ്. അപ്പോൾ എത്ര തിരുത്തിയാലും അപ്പം പറയാം, അതായത് നമ്മൾ എന്നോട് കഴിച്ച മാഷ് കണ്ടപ്പോൾ ചോദിച്ചു, മാഷിൻ്റെ വീഡിയോസ് ഒന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ എന്ന്. അപ്പനിടയ്ക്ക് സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി വരും എൻ്റെ അടുത്ത്. നീ ഇങ്ങനെ പറയുമ്പോൾ അമ്മ അടുക്കളയെന്ന് പറഞ്ഞു. അമ്മ പറയും ഞാൻ വരില്ല. അപ്പനെ പൂട്ടിയിട്ടതല്ല, ഐ മൈസെൽഫ് ഡിജിറ്റൽ സ്പേസ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അപ്പൻ തന്നെ കോണ്ടന്റുകൾ തനിയെ ഉണ്ടാക്കുന്നുണ്ട് ഓർഗാനിക്കലി. അത് വീഡിയോസായി മാറുന്നതാണ്. ഭയങ്കര ബ്ലെസ്സിങ് ആണ് ഇങ്ങനെ ഒരാൾ ലൈഫിലുള്ളത്. ഒരുപാട് പേർക്ക് അത് അനുഭവിക്കാൻ പറ്റാത്തവരുണ്ട്.
നമ്മൾ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിലെ റിലേഷൻഷിപ്സിന്റെ കാര്യമാണ്. ഈ പറഞ്ഞ പോലെ എല്ലാം റിയൽ ആവണം എന്നില്ല എന്ന് പറയുമ്പോഴും റിയൽ ആയ ആക്സെപ്റ്റ് ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അത് പറ്റില്ല, നമുക്ക് ഇത്ര റിയൽ എടുക്കാൻ പറ്റത്തില്ല. കാര്യം പണ്ടാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പിൽ നമ്മൾ വളരെ റോ ആയിട്ട് നമുക്കൊരാളോട് ഇഷ്ടമാണെങ്കിൽ അത്രയും പ്യുവറായിട്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പൈങ്കിളി, അയ്യയ്യയ്യേ എന്ന് പറയും. കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ അതിനെ വേണമെങ്കിൽ വെറുപ്പിക്കൽ എന്നൊക്കെ വിളിച്ചവരുണ്ട്. ഇപ്പൊ എന്ത് വിളിക്കും? ക്രിഞ്ച് എന്ന് വിളിക്കും. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്പൊ ചോദ്യം ഇതാണ്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുമ്പോൾ റിയൽ ആയി റോ ആയി അല്ലെങ്കിൽ എക്സ്പ്രസിങ് യുവർ ലവ് അല്ലെങ്കിൽ ബീയിങ് യുവർ സെൽഫ് എന്ന് പറയുന്നത് ക്രിഞ്ച് ആണോ? ആൻഡ് വാട്ട് യു തിങ്ക് ക്രിഞ്ച് എന്താണ്? എനിക്ക് തോന്നുന്നു നമ്മുടെ സ്നേഹം നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഒരിക്കലും ക്രിഞ്ച് അല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു ടോക്കിന് പോണേക്കാളും മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയോട് ഒരു ഹഗ് ചെയ്ത് ഒരു കിസ് കൊടുത്തിട്ട് പോയിട്ട് വരാം എന്ന് പറയുന്നത് എനിക്ക് ക്രിഞ്ചല്ല. പക്ഷെ അത് വ്ളോഗ് ചെയ്തിട്ടാണ് പൊട്ടറി ഉമ്മ റീലിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ക്രിഞ്ചാവാൻ സാധനം. ബിക്കോസ് ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ദ ക്യാമറ ടു. ഈ ഒറിജിനലും പ്ലാസ്റ്റിക്കും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചിലർക്ക് നമ്മൾ ഈ മാസ്ക് വെച്ച് മാസ്ക് മുഖത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്ന് പറയും. നമ്മളൊരു ക്യാമറ ഓണാക്കി വെച്ച് ഇപ്പം ബിഗ് ബോസ് പോലെയൊക്കെ ലൈഫ് കൊണ്ട് പോവാം, അതിനോട് യൂസ്ഡ് ആവും. പക്ഷെ എവിടെയൊക്കെയോ അവരെ ചിന്തിക്കേണ്ടാവില്ലേ, ഇത് കുറേ പേര് കാണുന്നുണ്ട്, അവർക്ക് കാണുമ്പോൾ തോന്നണം. പക്ഷേ എൻ്റെ പ്രൈവറ്റ് സ്പേസിൽ ഞാൻ ചിലപ്പോൾ അവളെ ഒരു ഇഷ്ടപ്പെട്ട പേര് വിളിക്കുന്നതോ അവൾ എന്നെ വിളിക്കുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ചൊരു ചായ കുടിക്കുന്നതും കൈ കോർത്ത് പിടിച്ചിട്ട് അത് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ടുഗെദർ എന്ന് പറഞ്ഞിടുന്നതും നമ്മളെന്തും എനിത്തിങ് ടു മച്ച് ഇസ് നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്നേഹം പോലെ ഒരുപാടായാൽ അപകടമാണ്. ഇപ്പം നമ്മളൊരു റൈറ്റ് ബാലൻസ് ആണ് നമ്മുടെ ഭൂമിയെ നിലനിർത്തുന്നത് പോലും. ഇപ്പം സ്നേഹത്തിൻ്റെ എക്സ്ട്രീം ഫോം പോലും നമ്മളൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴല്ലേ നമ്മളതിനെ ക്രിഞ്ചെന്ന് വിളിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ വൈഫിനൊരു ഉമ്മ അയ്യോ ക്രിഞ്ചെന്ന് അവൾ പറയുമെന്ന് എനിക്ക് തോന്നണില്ല. നമ്മൾ പക്ഷേ നിർബന്ധിച്ച് എടി ഞാൻ ഇങ്ങനെ വരാം, നിന്നെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇങ്ങനെ കിസ് ചെയ്യുമ്പോൾ നീ കമന്നടിച്ച് വീഴണം എന്ന് പറയുമ്പോൾ സ്വാഭാവികം അത് ക്രിഞ്ചാണ്. വെൻ യു ഡു ഇറ്റ് for yourself and your person in private, that's love. When you want to showcase it and you need attention, you need likes, that's cringe for me. വെൽ സെഡ്. ഒരു കൈയടി കൊടുക്കുക അതിന്, അല്ലേ? ക്രിഞ്ചാവോ ആവാതിരിക്കോ അതൊക്കെ നമ്മുടെ ഇഷ്ടം തന്നെ. സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴേക്കും ടൈറ്റിൽസിനും ടാഗ്സിനും കളർ കോഡിനും കുറവൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു കളർ കോഡ് കൊടുക്കാമെന്നാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ റിയൽ ആയിരിക്കുക, റോ ആയിരിക്കുക, അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണറിനോട് എന്താ പറയുക റെസ്പോൺസീവ് ആയിരിക്കുക, ഇമോഷണലി അവൈലബിൾ ആയിരിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഒരു കൊടിയുടെ നിറം കൊടുക്കുമല്ലോ, ഗ്രീൻ ഫ്ലാഗ്, അല്ലേ? ഗ്രീൻ ഫ്ലാഗ് അതിന് അതുക്കും മേലെ ഗ്രീൻ ഫ്ലാഗ് മൂത്തു, ഇതുക്കപ്പുറം ഇനി ഒന്നും ചെയ്യാനില്ല റിലേഷൻഷിപ്പിലെങ്കിൽ ഗ്രീൻ ഫോറസ്റ്റ്, ആമസോൺ ഫോറസ്റ്റ് ആ വഴിക്ക് പോകും. അപ്പം അങ്ങനെ ഗ്രീൻ ഫ്ലാഗ്, റെഡ് ഫ്ലാഗ്, ബേജ് ഫ്ലാഗ്, പിന്നെ ഏതൊക്കെയോ ഫ്ലാഗുകളൊക്കെ ആയിട്ട് ഒരുപാട് പേരുകൾ നമ്മൾ നമ്മുടെ ലൈഫിൽ പോലും അല്ല കൊടുക്കുന്നത്. നമ്മൾ 10-15 സെക്കൻഡ് കാണുന്ന ഒരു വിഷ്വലിൽ നിന്ന് രൺബീർ കപൂർ റെഡ് ഫ്ലാഗാ, അവൻ ആലിയ ഭട്ടിൻ്റെ പാവാട ശരിക്കും ഇട്ട് കൊടുത്തില്ല എന്ന് പറയുന്നവരാണ്. നോക്കിയാൽ മതി, ആ ഒരു കമൻറ്റ് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നവരാണ്. ചോദ്യം ഇതാണ്, ഫസ്റ്റ് ചോദ്യം പേഴ്സണലാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങളായല്ലോ. ജോസഫ് അന്നംകുട്ടി ജോസ് ഗ്രീൻ ഫ്ലാഗ് ആന്ന് ആൻ സമ്മതിക്കുവോ? 3 മാസമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ ഗ്രീൻ ഫ്ലാഗ് അറിയാം, എല്ലാവരും ഗ്രീൻ ഫ്ലാഗ് ആണ് ആയിട്ടൊരു 3 മാസമൊക്കെ. ഇപ്പൊ ഫോറസ്റ്റ് ആയിട്ടുള്ള അവസ്ഥയാണ് അല്ലേ? ഇപ്പൊ ഫോറസ്റ്റ് ആമസോണും കഴിഞ്ഞ് എവിടെ നോക്കിയാലും കാടാണ്. എനിക്കൊന്ന് കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഓർമ്മയിലുള്ള ആൾക്കൂടിയുള്ള ഒരു ഫ്ലാഗ് നാഷണൽ ഫ്ലാഗ് ആയിരുന്നു. പിന്നെ ഇപ്പോ ഗ്രീൻ ഫ്ലാഗ് ആയി, റെഡ് ഫ്ലാഗ് ആയി. ബീച്ച് എന്താന്ന് അവിടെ ഇവിടെ ഇല്ലാതെ ഓക്കെ ഗുണമില്ല ദോഷമില്ല. എനിക്കൊന്ന് ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഫ്ലാഗ് എന്ന് പേരിട്ടെന്നുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട് മൊബൈലിൽ ഫ്രണ്ട് ക്യാമറ വരുന്നതിന് മുമ്പ് നമ്മൾ ക്യാമറ തിരിച്ചു വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു. അതിന് സെൽഫി എന്ന് പേരുണ്ടെന്നുള്ളത് നമ്മൾ പിന്നീട് അറിഞ്ഞത്. നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഇന്ന് ഫോട്ടോ എടുക്കണതിന് എന്താ പറയണതെന്ന് അറിയോ? ഗ്രൂപ്പി. എലിഫന്റിന്റെ ഒപ്പം സെൽഫി എടുക്കുന്നതിന് എന്താ പറയണെന്ന് അറിയോ? അങ്ങനെ ഒന്നും ഇല്ല ഇപ്പോ. ചുമ്മാ എൽഫി എന്നൊക്കെ പറയാം അവിടെ തന്നെ. ഇതാണ് മനുഷ്യൻ വെറുതെ ഉണ്ടാക്കി വരാൻ നോക്കി. ഇപ്പൊ പറഞ്ഞ നാളെ തുടങ്ങി ആനോടൊപ്പം എടുക്കുന്നതിന് എൽഫി എന്ന ആളിന് പേരിടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വെറുതെ തള്ളി വിടുന്നതാണ്. ഗ്രീൻ ഫ്ലാഗ്, ഗ്രീൻ ഫോറസ്റ്റ്, ഇതൊക്കെ ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സിനിമകൾ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, എല്ലാ സിനിമയും FDFS കാണുന്ന ഒരാളാണ്, അതേ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ നിങ്ങൾക്ക് അവളൊരു ഗ്രീൻ ഫ്ലാഗാണ്.
പക്ഷെ അവൾക്ക് FTFS കാണാൻ താല്പര്യമില്ല, വല്ലപ്പോഴൊക്കെ സിനിമ കാണുന്ന ആളാന്ന് വെച്ചാൽ അത് റെഡ് ഫ്ലാഗ് അല്ലല്ലോ. നിങ്ങളുടെ കയ്യിലെ കൊടിയാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഞാനിങ്ങനെ തലയിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഫ്ലാഗ് എന്താണ്? ഞാൻ ഗ്രീൻ ഫ്ലാഗാന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രീൻ ഫ്ലാഗിന് ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണ്? ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ഓൾറെഡി. അത് ട്രാവൽ ഇഷ്ടമായതുകൊണ്ടല്ല. എൻ്റെ കൂടെ ആ ട്രാവൽ വ്ളോഗറായിട്ടുള്ള ആളുടെ പ്രപ്പോസൽ വരുമ്പോൾ അവർ നോക്കുന്ന ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത് ട്രാവലിനെ പ്രണയിക്കുന്ന ഒരാളാണ്. നമ്മൾ ഫ്ലാഗുകൾ തേടി പോവാണ്ട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് തന്നെ കിട്ടണമെന്നില്ല. ഉറപ്പിച്ചോളൂ, ദർ ഈസ് ഓൾവേസ് എ ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾ പ്രണയിച്ചാലും വിവാഹം കഴിച്ചാലും ചുറ്റിലും ഒരുപാട് ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടെന്നേ. നിങ്ങൾ പ്രാർത്ഥിച്ചും നേർന്നും 4-5 ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തൊരു ജോലിക്ക് കയറുന്നു. നിങ്ങൾ നൊവേന പോലും നടന്നിട്ടുണ്ട് ആ ജോലി കിട്ടാൻ വേണ്ടി. പിന്നെ എന്താണ് 3 വർഷം നമ്മൾ കമ്പനി ചാടുന്നത്? ബെറ്റർ സാലറി, ബെറ്റർ എൻവയോൺമെന്റ്. ഈ ബെറ്റർ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ഇന്ന് കാണുന്ന ഗ്രീൻ ഫ്ലാഗ് നാളെ റെഡ് ഫ്ലാഗ് ആയി മാറാൻ സാധ്യതയുണ്ട്. ഒരു പെൺകുട്ടി ഡേറ്റിങ്ങിന് പോയപ്പോൾ ആ ചെക്കൻ വന്നപ്പോൾ തന്നെ മൂക്കി കൈയിട്ടു. അപ്പം തന്നെ അത് റെഡ് ഫ്ലാഗ് ആയിട്ട് നടക്കില്ല എന്ന് പറഞ്ഞ് വിട്ടു. പിന്നീട് ഒരാളെ ഡേറ്റ് ചെയ്തു, വളരെ ജെന്റിൽ വൃത്തിയുള്ള ഒരാൾ. അവൻ വലിയൊരു ഗ്രീൻ ഫ്ലാഗ് ആയിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം 2 വിരലും കൊണ്ട് മൂക്കി കേടാണ്. അപ്പോൾ അവൾ പറയുന്നത്, മൂക്ക് കൈയിട്ട്, പക്ഷേ കേക്ക് തുടനേക്കാളും ഒന്ന് കൈ കഴുകണം. നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. നമ്മൾ ഗ്രീൻ എന്നുള്ള പറഞ്ഞൊക്കെ കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഗ്രീൻ ആവും, അവസാനം ചാണകപ്പച്ച, അങ്ങനെയൊക്കെ മാറും. അപ്പോൾ ഈ ഫ്ലാഗുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോമൺ ഗ്രീൻ ഫ്ലാഗോ റെഡ് ഫ്ലാഗോ ഇല്ല എന്നുള്ളതാണ്. ഞാൻ വേളാങ്കണ്ണി പോയപ്പോൾ ഫുൾ ടാറ്റു ചെയ്തൊരു കപ്പിളിനെ കണ്ടു. ഇപ്പം മുതിർന്നവരായിട്ടുള്ള ആള് പള്ളിയിലൊക്കെ വരുന്ന രീതിയാണ്. അവരുടെ കണ്ണിൽ അത് റെഡ് ഫ്ലാഗാണ്. പക്ഷെ ആ കപ്പിള് വളരെ ലവിങ് കപ്പിളാണെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിനേക്കാളും സൂപ്പറാണ് അവരുടെ ജീവിതമെങ്കിലും. അപ്പം ഈ ഫ്ലാഗൊക്കെ നമ്മൾ വെറുതെ പറയുക എന്നുള്ളൂ. അവനവൻ്റെ ട്രൂത്ത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു വിഭജനം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്നൊരു ബുക്ക് ഇവിടെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഭയങ്കര ട്രെൻഡായ ഒരു ബുക്കാണ്, കൊളീൻ ഹൂവറിൻ്റെ ഒരു ബുക്കാണ്. അതിലെനിക്ക് ഇതുപോലെ എന്താ പറയുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ആൻഡ് റെഡ് അല്ലാതെ ഒന്നുമില്ല, ഒരു ഗ്രേ പോർഷൻ ഇല്ല. വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്ന് തോന്നുന്ന പോലുള്ള ഒരു റിലേഷൻഷിപ്പാണ് പറയുന്നത്, ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക സാധാരണഗതിയിൽ ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന് പറഞ്ഞാൽ നായിക അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു, ഇനി ഇത് മുമ്പോട്ട് പോകില്ല, ഈ സൈക്കിൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സ്വാഭാവികമായും അബ്യൂസർ ഇസ് എ റെഡ് ഫ്ലാഗ്. നായികയ്ക്ക് നമ്മൾ ഫ്ലാഗ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ നായിക കണ്ടെത്തുന്ന മറ്റൊരു കഥാപാത്രമുണ്ട്, അറ്റ്ലസ് എന്ന് പറയുന്നത്. പുള്ളി പക്ക ഗ്രീൻ ഫ്ലാഗ്, ആമസോൺ ഫോറസ്റ്റിലൊക്കെ ഇടാവുന്ന ഒരാളാണ് നമുക്ക് തോന്നും. പക്ഷെ പിന്നീട് ബുക്ക് വായിച്ചു കഴിഞ്ഞ് ഇത്രയും ക്ലിയർ ആയി ഞാൻ വിചാരിച്ചൊരു കാര്യം, സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ഡിസ്കഷൻ ഈ പറയുന്ന അബ്യൂസർ ഗ്രീൻ ഫ്ലാഗും നായിക റെഡ് ഫ്ലാഗും എന്നുള്ളതാണ്. നമുക്കൊരിക്കലും ഈ പറഞ്ഞ പോലെ കൃത്യമായി എന്താ പറയുക, ഒരാളുടെ ഫുൾ സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഒരു ഫുൾ നോവൽ വായിച്ചിട്ട് അവരെ ഫുൾ ലൈഫ് സ്റ്റോറി വായിച്ചിട്ട് പോലും നമുക്ക് റെഡോ ഗ്രീനോ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ 15 സെക്കൻഡിലും പറ്റുമെന്ന് തോന്നുന്നില്ല. കമ്മിങ് ടു സോഷ്യൽ മീഡിയ അഗൈൻ, നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ ജെൻസിക്കാർക്ക് കിട്ടിയ ചീത്തപ്പേരാണോ എനിക്കറിയില്ല, ജെൻസിക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജെൻസി ലിംഗോ എന്നാണ് പറയുന്നത്. അവരൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ജെൻസി റിലേഷൻഷിപ്സിന് പുതിയ ടൈറ്റിൽസ് ഒരുപാടുണ്ട്. സിറ്റുവേഷൻഷിപ്സിൽ ഉള്ള ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവും, അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ബെഞ്ചിങ് ഉണ്ട്, ബ്രെഡ് ക്രംബിങ് ഉണ്ട്, വേറെ എന്താ ജെൻസി ലിംഗോയിലുള്ള ഏതാണ്ടൊക്കെ ഉണ്ട് അല്ലേ? പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസിലേക്ക് പോയാൽ, ഗ്യാസ് ലൈറ്റിംഗ്, ഗോസ്റ്റിങ്ങിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഏതോ കാലത്ത് എവിടെയൊക്കെയോ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നിലവിൽ ഇത് ജെൻസിയുടെ തലയിലാണ്. ഈ പേരുകളൊക്കെ എന്താ പറയുക, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നുള്ള പോലെ തന്നെ തോന്നുന്നോ, അതോ പെട്ടെന്ന് ദർ ഇസ് എ ട്രാജിക് ഡിഫറൻസ് ഓർ ട്രാജിക് ചേഞ്ച് ഇൻ റിലേഷൻഷിപ്സ് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ബ്രെഡ് ക്രംപിംഗ് എന്നൊക്കെ പറയുന്നത് ഒരാളെ അവിടെ നിർത്തിയായുണ്ട്, ഫുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല. ചിലപ്പോൾ അവൻ ഒത്ത ആളാണെങ്കിൽ മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാം. എല്ലായിടത്തും നടന്നിട്ടുണ്ട്. ചില ബന്ധങ്ങളിലൊക്കെ നമ്മൾ അടുത്ത് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുക ഇത് ചിലപ്പോൾ നെഗറ്റീവാണ്. പിന്നെ എല്ലാത്തിലും ചെയ്യാത്തൊരു കാര്യം, ഈ സ്നേഹത്തിൽ ഗാംബ്ലിംഗ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബെഞ്ചിങ്ങിനോട് ഞാൻ അഗെയിൻസ്റ്റ് ആണ്. നമ്മൾ ഒരാളെ പ്രണയിക്കുന്നു, അവളെങ്ങാ പണി വന്നാൽ വേറെ ആൾ നോക്കി ഓൾറെഡി സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട്. ഞാൻ ഫുട്ബോളിലൊക്കെ അത് കണ്ടിട്ടുള്ളൂ. അത്
കോർപ്പറേറ്റ്സിലുണ്ട്, ആ, ബെഞ്ചിലിരുന്നിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ ഇറങ്ങാൻ 5 പേരുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവള് പോയാൽ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇമോഷണലി ഒരു ഫുൾഫിൽമെന്റ് കിട്ടാത്ത മനുഷ്യരാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അപ്പനും അമ്മയും കുടുംബത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ പരാതി ഇതാണ്: ജോസഫ്, യു സ്പീക്ക് എ ലോട്ട് അബൌട്ട് യുവർ പാരൻസ്. അങ്ങനെ നല്ല പാരൻസ് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? ഒരു ടോക്സിക് പാരന്റിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞു വന്നത് നമുക്കൊരിക്കലും ഒരു മനുഷ്യനെ വെച്ച് ഗാമ്പിൾ ചെയ്യാൻ പറ്റില്ലെന്നേ. ഓക്കെ, ഇയാളെ സ്നേഹിച്ച് നോക്കാം, വർക്കൗട്ട് അല്ലെങ്കിൽ ഇപ്പുറത്ത് വേറെ ആളുണ്ട്, അവളിലേക്ക് ചെയ്യാമെന്നുള്ള പറയുന്നതൊക്കെ നമ്മൾ അത്ര സെൽഫിഷാണ് മനുഷ്യൻ. എക്സസീവ് ഫോം ഓഫ് സെൽഫിഷ്നെസ് ആണ് ഈ ബെഞ്ചിങ് എന്നൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ ഏത് റിലേഷൻഷിപ്പിലായാലും എപ്പോഴും നമ്മളൊക്കെ പറ്റിക്കപ്പെടും. ഇവിടെ ഇതുവരെ ഒരൊറ്റ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ള, കൈവക്കാൻ നിങ്ങളുടെ മേത്തേക്ക് ക്യാമറ വരില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, റിലേഷൻഷിപ്പിൽ ഇതുവരെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കൈവക്കാവും. 150 പേരിൽ 5 പേരെ കൈവക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഞങ്ങളിങ്ങനെ ഹോർത്തസിലൊക്കെ വന്ന് അല്ലേ, അങ്ങനെയൊക്കെ അത് വേണമെങ്കിൽ പറയാം. എപ്പോഴും റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ, ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവട്ടെ. നിങ്ങളത് കുറെ കൂടി ബെറ്റർ പേഴ്സൺ ആക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇഫട്ടോൾ റിലേഷൻഷിപ്പിൽ ഇല്ലാത്തവർ റിലേഷൻഷിപ്പിലോട് കയറാൻ വേണ്ടി കയറരുത്. ഓർഗാനിക്കലി നിങ്ങളിലേക്ക് സംഭവിക്കണം. അതിനുശേഷം നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം, ഇത് മുമ്പോട്ടാണെങ്കിൽ ഈ മനുഷ്യനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ വാഗ്ദാനങ്ങൾ ആദ്യമേ കൊടുക്കരുതെന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഫോറവറൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ പറയുന്നതൊക്കെ എന്ത് വലിയ മോശപ്പെട്ട പരിപാടിയാണ്. 35 വർഷമൊക്കെ എത്തിയിട്ട് വരെ ഡിവോഴ്സുകൾ സംഭവിക്കുന്നുണ്ട്, ആളുകളുടെ സ്വഭാവം മാറുന്നുണ്ട്. ഫോറവറൊക്കെ മരിക്കണക്കാൾ 5 മിനിറ്റ് മുമ്പ് ഉപയോഗിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ മരിക്കാൻ കിടക്കാൻ പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അതർവൈസ് ഈ ജെൻസി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങളുണ്ട്. പണ്ട് കാലത്ത് അപ്പച്ചൻ്റെ ഒപ്പം പറമ്പിൽ പണിക്ക് പോകുന്നതായിരുന്നു ഒരു മകൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്വം. അവൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പനെ സഹായിക്കാണ്ട് പുസ്തകം വായിച്ച് ഉഴപ്പുന്നു എന്ന് പറഞ്ഞ് അവന് കളിയാക്കൽ നേരിട്ടുണ്ട്. പിന്നീട് റേഡിയോ വന്നിരുന്ന നാടകങ്ങൾ കേട്ട് അറിവ് സമ്പാദിക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു, നീ റേഡിയോന് അഡിക്റ്റ് ആവാണ്ട് പുസ്തകം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം TV വന്നു, ഇൻ്റർനെറ്റ് വന്നു. നമുക്കറിയാലോ, ഒരു 10 കൊല്ലം മുമ്പ് നമ്മളിങ്ങനെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞ അപ്പനമ്മയും അല്ലേ ഹൊറിസോണ്ടലായിട്ടുള്ള കട്ടിലിൽ വെർട്ടിക്കലായി കിടന്ന് ഇങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്യുന്നു അല്ലേ? നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറ്റം പറയാൻ ഭയങ്കര എളുപ്പം. ഈ കാലഘട്ടം നശിച്ചു. എവിടെ ഈ ജെൻസി ആയിട്ടുള്ള ആളുകൾ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ പറയും, പണ്ട് ഞങ്ങൾ സ്കൂൾ ബസ്സിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്, ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇത്രയുള്ളൊരു ടച്ച് സ്ക്രീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യു ഡോണ്ട് നീഡ് ടു ബ്ലെയിം എനിവൺ. സോഷ്യൽ മീഡിയ ഓഫ് കോഴ്സ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണ്ടേ, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ പുതിയ ടേംസൊക്കെ ഇദ്ദേഹം പറഞ്ഞ പോലെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ, അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ കോൺവെർസേഷൻ ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്, കണക്ഷൻസ് ആൻഡ് കൺഫ്യൂഷൻസ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻസിനെ കൂടി പറ്റി പറയുകയാണെങ്കിൽ, ഈ അൽഗോറിതം നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഓരോ ആളുകളുടെയും രാഷ്ട്രീയ ബോധം, സിനിമയെ പറ്റിയുള്ള ഇഷ്ടങ്ങൾ, റിലേഷൻഷിപ്സിനെ പറ്റിയുള്ള തോട്ട്, ഇതെല്ലാം ഇമ്പാക്ട് ചെയ്യാൻ ഒരു പ്രൊപ്പഗാൻഡ മതിയാവും സോഷ്യൽ മീഡിയയിൽ. നമ്മളത് അറിഞ്ഞോ അറിയാതെയോ റിസീവ് ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് ഒരു സൈഡിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ്, ഒരു സൈഡിൽ നമ്മൾ ഇൻഫർമേഷൻ ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് ബ്രെയിൻ റോട്ടും ഉണ്ട്. എന്തിനോ വേണ്ടി കാണുന്ന കുറേ റീൽസ്, വെറുതെ ഒരു മനസുഖം എന്നുള്ള പോലെ. അപ്പം ഈ ഇങ്ങനെയുള്ള എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് how can you balance between infotainment and brain rot? ഒരുപാട് സമയം സോഷ്യൽ മീഡിയ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് സമയം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഈ സോഷ്യൽ മീഡിയയിൽ പെട്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. എനിക്കൊരു മോറൽ റൈറ്റ് ഇല്ല എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ബാലൻസ് കണ്ടെത്തുന്നത് പറഞ്ഞു തരാം. കാരണം ഞാൻ ഈ ടോക്ക് ഷോകൾക്ക് ഓരോ നാട്ടിൽ പോകുമ്പോൾ, ഇപ്പം നാളെ പോകുന്നത് ഒരു സ്കൂളിലാണ്. ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എന്താണെന്ന് ഞാൻ അറിഞ്ഞേ മതിയാകും. ഞാൻ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, പുതിയതായിട്ട് വരുന്ന താരങ്ങൾ അവരുണ്ടാക്കുന്ന ഹ്യൂമറുകൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഡിസ്കണക്റ്റഡ് ആയിപ്പോവും. ഡോപ്പമിൻ ഡീടോക്സ് എന്നൊരു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ പുസ്തകം സജസ്റ്റ് ചെയ്യുന്നു. ഒരു വലിയ ഉത്തരത്തേക്കാൾ നല്ലത് അതാണെന്ന് തോന്നുന്നു. നമ്മൾ ഓരോ റീല് കാണുമ്പോഴും നമുക്കറിയാം, ഞാനൊരു റീല് കാണുമ്പോൾ 30 സെക്കൻഡുള്ള എൻ്റെ റീലിൻ്റെ അറ്റൻഷൻ സ്പാൻ 80% ആളുകളും 10 സെക്കൻഡിൽ അത് വിട്ടുകളയാണ്.
നല്ല റീലാണെന്ന് കരുതിയിട്ട് പോലും. ഇപ്പം നിങ്ങൾ കരിക്കിൻ്റെയോ ഏതു വലിയ വ്ളോഗറിൻ്റെ എടുത്താലും കംപ്ലീറ്റ്ലി കാണുന്നവർ വളരെ കുറവാണ്. എനിക്ക് പറയാനുള്ള തോന്നുന്നൊരു കാര്യം, സമയത്തെ കുറെ കൂടി ഭംഗിയായിട്ട് ഉപയോഗിച്ചാൽ ഈ പേഴ്സണൽ ഗെയിൻസ് ഒരുപാട് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ എൻ്റെ പുതിയ പുസ്തകം ഇറങ്ങാൻ ഇരിക്കുകയാണ്. ഞാൻ കോൺഷ്യസിൽ എടുത്തുള്ള തീരുമാനം, എൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റുഡിയോ ഞാൻ പണിതിട്ടുണ്ട്. അമ്മയോട് ഒരു അമ്മയെ ഞാൻ പണിക്ക് പോവാണെന്നാണ് പറയാം. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയി വന്ന് ചായ കുടിച്ച് ഒരു 9 മണിയാകുമ്പോൾ ഞാൻ സ്റ്റുഡിയോ കയറും. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ സൈലൻ്റ് ആക്കും, വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. 9 മണി തുടങ്ങി 12 മണി വരെ ഇരുന്ന് പണിയിടുക. ആ നേരത്ത് വരുന്ന കോളുകൾ മിസ്സായിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി. എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ അടുത്തുണ്ട്. ഒരു എമർജൻസി കോൾ വരും, അങ്ങനെ എപ്പോഴും അത് വരാൻ സാധ്യതയില്ല. ആ 3 മണിക്കൂർ നല്ലപോലെ പണിയെടുക്കുക എന്നുള്ളതാണ്. ആ പണിയെടുക്കുന്നതിൻ്റെ റിസൾട്ട് ആയിരിക്കാം എൻ്റെ പുസ്തകം, ഞാൻ പോകുന്ന ടോക്ക് ഷോസ്. ഇപ്പോൾ ഓർത്തോസിന് വരുന്നതിന് മുമ്പ് ഹാഷ്ടാഗിന് ഹൃദയത്തിനുമിടയിൽ എന്നൊരു ടോപ്പിക് കിട്ടുമ്പോൾ ഇന്നലത്തെ യാത്രകൾക്കിടയിലും പൊതുവേ റീലും ഫുട്ബോളും നോക്കേണ്ട ഞാൻ കോൺഷ്യസ്ലി ചിന്തിക്കുന്നത് എന്തൊക്കെയായിരിക്കണം സംസാരിക്കേണ്ടത്, പുതിയതായിട്ട് എന്ത് പറയണം. നമ്മളെപ്പോഴും ഓരോ ലിറ്ററേച്ചർ ഫെസ്റ്റിന് അപ്പിയർ ചെയ്യുന്ന ഒരാളാണ്. ഇതിൻ്റെ 1 മണിക്കൂർ വീഡിയോ നാളെ യൂട്യൂബിൽ അപ്ലോഡഡ് ആവും. ഞാൻ കവിതയോട് ഈ ഇൻ്റർവ്യൂ തുടങ്ങിയേക്കാൾ മുമ്പ് പറഞ്ഞു, കവിത നമ്മൾ സംസാരിക്കാൻ പോകുന്ന അവിടെ കൂടിയിരിക്കുന്ന 200 പേർക്ക് വേണ്ടിയിട്ടല്ല. ഇത് നാളെ അപ്ലോഡായി കഴിയുമ്പോൾ അടുത്തൊരു 10-20 വർഷത്തിനുള്ളിൽ പലരും ഇത് തേടി വരും. അവർക്ക് അന്ന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും നമ്മൾ സംസാരിക്കണം. അതുകൊണ്ട് കോൺഷ്യസ്ലി ഞാനെന്ന വ്യക്തിക്ക് എനിക്ക് കോണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിൽ നിന്ന് ആൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് എൻ്റെ സമയത്തെ 9 മണി തുടങ്ങി 12 മണി വരെ നോക്കില്ല. 2 മണി തുടങ്ങി 4 മണി വരെ ചിലപ്പോൾ ഇരുന്ന് മൊബൈലിലായിരിക്കും, റീൽ നോക്കും, ചാറ്റിൽ നോക്കും, കുറേ പേർക്ക് റിപ്ലൈ ചെയ്യും, വാട്സാപ്പ് ചാനലിൽ കയറും. ഇതാണ് കോൺഷ്യസിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കും പറ്റുന്നില്ല. ഈ സമയം സ്വിച്ച് ഇട്ടോണം കടന്നു പോകും. നിങ്ങൾ എഴുതി ഉറപ്പിച്ചിട്ടോ, ഞാൻ ഈ പറയുന്നതും ഇപ്പം നിങ്ങൾ കേൾക്കുന്നതും ഈ മീറ്റിംഗ് ഡിസ്പേഴ്സ് ആകുമ്പോൾ നിങ്ങൾ മറന്നു പോകും. ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരികെ എത്തിച്ചോണം. അതിനെ കൊണ്ടു നാളെ തുടങ്ങി ഇത്ര മണിക്കൂറേ ഞാൻ മൊബൈൽ ഉപയോഗിക്കൂ. ബാക്കി സമയം ഞാൻ പുസ്തകം വായിക്കാനോ, റൂമൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാനോ, എന്തിനും പുതിയൊരു കുക്കിംഗ് പഠിക്കാനോ, പുതിയൊരു ലാംഗ്വേജ് പഠിക്കാനോ നിങ്ങൾ ശ്രമിച്ചു നോക്ക്. 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരിക്കും. 1 വർഷത്തിനുള്ളിൽ. പക്ഷെ അസാധ്യമായ വിൽ പവർ അതിന് വേണം. ഓരോരുത്തരും ഇങ്ങനെ റീലും ലൈക്കിട്ട് പോകുമ്പോൾ അയ്യോ എനിക്കിടയ്ക്ക് പ്രഷർ വരാറുണ്ട്. ഞാൻ ഈ പോസ്റ്റുകൾ ഇടാണ്ടാവുമ്പോൾ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറയുന്നു. ഞാൻ പണ്ട് റേഡിയോയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മന്ത്ലി ഒരു ന്യൂസ് ലെറ്റർ വരും, ജോസഫ് ഇപ്പം ഇന്ത്യയിലെ 5th മിർച്ചിയിൽ തന്നെയുള്ള അർജസിൽ 5th ആണ്, നീ കൂടുതൽ റീലുകൾ ഇടൂ, നിനക്ക് 2nd ആവാം. ലൈക്കുകൾ വെച്ചിട്ട് എത്ര വ്യൂസ് കിട്ടുന്നു അതിനെ വെച്ച് പ്രൊമോഷൻ. അങ്ങനെ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ ഐ ഡോണ്ട് നോ, സ്പെൻഡ് മോർ ടൈം. അത് നിങ്ങൾ സാധാരണ മനുഷ്യനാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ബാധ്യതകളുണ്ട്, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ നിങ്ങളെ ചതിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഒരു സോഷ്യൽ മീഡിയ ജീവിക്കുന്ന ഒരാളാണ് പറയുന്നത്, ചതിക്കാൻ, നിങ്ങളുടെ സമയത്തെ കൊന്നുകളയാൻ അനുവദിക്കരുത്. കോൺഷ്യസ്ലി ഒരു തീരുമാനം എടുക്കണം. ഈ ഒരു 3 മണിക്കൂർ തൊടില്ല ഞാൻ ഫോൺ. അതായത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓരോ മാസം കഴിയുന്തോറും നിങ്ങൾ കുറച്ചുകൂടി ഭേദപ്പെട്ട മനുഷ്യനായിരിക്കും. ഇൻസ്റ്റൻ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഉത്തരം കിട്ടില്ല. എൻ്റെ ഒരു 3 വർഷത്തെ ത്യാഗത്തിൻ്റെ ഉത്തരമാണ് എൻ്റെ പുതിയ പുസ്തകം. എല്ലാ ആഴ്ചയും തന്നെ ടോക്കുകളുണ്ട്, ആളുകൾ കാണാൻ വരാറുണ്ട്, ആൾക്ക് മറുപടി അയക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഫൈറ്റ് ചെയ്ത് കണ്ടെത്തുന്ന ഒരു ഡിസിപ്ലിൻ്റെ റിസൾട്ടാണ് വരാനിരിക്കുന്നത്. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്നുണ്ട്. കാരണം സമയം മാറ്റി വെച്ചത് അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അടുത്ത ഓർത്തോസിൽ നമ്മൾ കാണുന്നവരെ 3 hours നിങ്ങളൊരു സമയം വെച്ചിട്ട് ഞാൻ നോക്കില്ല, അതിനുശേഷം നോക്കുള്ളൂ. There will be huge difference. സൈഡിലിരിക്കുന്ന എനിക്ക് തന്നെ ഈശ്വര, ഞാൻ എൻ്റെ ഫോണില്ലാതെ ഒന്ന് ഇപ്പം എനിക്കിതുകൊണ്ട് ഒരാവശ്യമില്ല, എന്നിട്ടും എൻ്റെ ഒരു ഓർഗൻ പോലെയാണ് ഞാൻ ഇതിനെ കൊണ്ടു നടക്കുന്നത്. ശ്രമിച്ചു നോക്കാവുന്നതാണ് അല്ലേ? ഒത്താലൊത്തൂന്ന് ഓർഗൻ ഡൊണേഷൻ ഒക്കെ ഉള്ള കാലമാണ്. അയ്യോ അരുത്. അപ്പോൾ നമ്മൾ ഈ കൺഫ്യൂഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ച എല്ലാ കാര്യത്തിലും വി മൈറ്റ് ഓൾ ബി ഓൺ ദ സെയിം പേജ്, ഒരുവിധം എല്ലാവരും അഗ്രി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇനി ചിലപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിൽ ഇത് 2ആയി പിളർന്നേക്കാം, എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണവും ദോഷവും എന്ന് പറയുന്നത്, നമ്മൾ നേരിട്ട് ഒരാളെ കാണുമ്പോൾ പറയാൻ സാധ്യതയില്ലാത്ത ഒരു കമൻറ്റ് നമ്മൾ എവിടെയോ ഇരുന്ന് ഏതോ ഒരു ഫേക്ക് അക്കൗണ്ട് പുറകിലിരുന്ന് പറഞ്ഞേക്കും എന്നുള്ളതാണ്. ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഒരു മേജർ കൺഫ്യൂഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ജോസഫിനോട് ചോദിക്കാൻ കാരണം പ്രധാനമായിട്ടും
ജോസഫിൻ്റെ ലേറ്റസ്റ്റ് ബുക്ക് സ്നേഹം കാമം ഭ്രാന്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നെ കുറച്ച് വേദനിപ്പിച്ചതും ഞെട്ടിച്ചതുമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ശരീരത്തിൻ്റെ ശരികൾ എന്ന് പറയുന്നത്. അതൊരു ക്വിയർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഹാഷ്ടാഗുകളെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള റിലേഷൻഷിപ്സിൽ എന്തോ നമുക്ക് എഴുതി തന്നു എന്ന പോലെ കുറേ പേര് പറയുന്ന ഒരു ഹാഷ്ടാഗാണ് മഴവില്ല ആകാശത്ത് മതി എന്നുള്ളത്. എവിടെയോ ഒരു തോന്നലുണ്ട്, പെട്ടെന്ന് തലയാട്ടലുകളൊക്കെ നിന്നത് ഞാൻ കാണുന്നുണ്ട്. എവിടെയോ ഒരു തോന്നലുണ്ട് എനിക്കിത് പറയാൻ അധികാരമുണ്ട് എന്നുള്ളത്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഞാൻ ഒരു പുരുഷനെ കല്യാണം കഴിച്ചു, എനിക്ക് കുട്ടികളുണ്ടായി, ഞാൻ സുഖമായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാർക്കും എൻ്റെ ജീവിതത്തിൽ അഭിപ്രായമില്ല. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ആർക്കും ഒന്നുമില്ല. ഇതേ ഞാൻ ഒരു സ്ത്രീയെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് തോന്നിയാച്ചാ കവിത കാണിച്ചത്, കവിതയ്ക്ക് ആരും കൊടുത്തോ അവകാശം എന്നുള്ളത് ചോദിക്കും. സോഷ്യൽ മീഡിയയുടെ ഒരു വരവ് കൊണ്ട് ഒരു കണക്കിന് ക്വിയർ റിലേഷൻഷിപ്സിലേക്ക് ആക്സെപ്റ്റൻസും ഒരുപാടുണ്ടായിട്ടുണ്ട്, ഹേറ്റ്രഡും ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്ത് തോന്നുന്നു അങ്ങനെ ഒരു അപ്രോച്ചിലൂടെ? ക്വയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എനിക്ക് ആ വാക്ക് പോലും 16th സെഞ്ചുറിയിൽ എന്തോ ആണ് അത് ഉണ്ടായതുള്ളൂ. ക്വയറിൻ്റെ ശരിക്കുള്ള അർത്ഥം സ്ട്രേഞ്ച് എന്നാണ്, നോർമലി ഉള്ളതല്ല, സ്ട്രേഞ്ച് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ്റെ പേര് അഭിലാഷ് എന്നാണ്. അഭിലാഷ് സംസാരിക്കുമ്പോൾ അവന് റാ പറയാൻ പറ്റില്ല. അവൻ്റെ ഫാദറിന് പശുവിനെ കറക്കുന്ന ജോലിയാണ്. അവൻ പറയുമ്പോൾ പശുവിനെ കക്കുക എന്ന് പറയും. എൻ്റെ അപ്പച്ചൻ പശുവിനെ കക്കുന്ന ഒരാളാണ്. അന്ന് നമ്മൾ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. അവന് പാട്ട് മത്സരത്തിന് പേര് കൊടുത്തു. അവൻ പാടിയത് പൂ നിലാമഴ പെയ്തിറങ്ങിയ രാഗമാലിക കോക്കാം എന്നാണ് അവൻ പാടിയത്. ഞങ്ങളൊന്നും ഒരുപാട് പേര് ചിരിച്ചു. അവനെ മനഃപൂർവ്വം അവനെ കൊണ്ട് റാ പറയിപ്പിച്ച് അവനെ കളിയാക്കിയിട്ടുണ്ട്. ഇന്ന് കുറ്റബോധമാണ്, അന്ന് വെറും തമാശയുടെ ഭാഗമായി. അവൻ്റെ ട്രൂത്ത് എനിക്കറിയില്ലായിരുന്നു. പണ്ട് മുടന്തി നടക്കുന്ന ഒരാളെ തമാശയാക്കി ചിത്രീകരിച്ച എത്രയോ തമാശകൾ സ്റ്റേജ് ഷോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നിറത്തെ കളിയാക്കുന്ന, ഇന്ന് പണ്ടൊരല്പം ഫെമിനൈൻ ഉള്ള ഒരാളെ ചാന്തപൊട്ടെന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ കേൾക്കില്ല അത് പറയുന്നത്. നമ്മളൊരു ട്രൂത്ത് മനസ്സിലാക്കി തുടങ്ങി. പണ്ട് അവൻ്റെ കളിയാക്കൽ, അഭിലാഷിനെ കളിയാക്കിയിരുന്ന ഞാൻ അവൻ്റെ ട്രൂത്ത് മനസ്സിലായപ്പോഴാണ് അവനെ കളിയാക്കുന്ന ഞാൻ നിർത്തിയത്. ഒരാളുടെ നിറത്തെ കളിയാക്കി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നത്, ഒരാളുടെ ഫിസിക്കൽ ഡിസബിലിറ്റിയെ കളിയാക്കി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നത് കോമഡി അല്ല, ഇൻസെൻസിറ്റീവാണ് നമുക്ക് മനസ്സിലായത്. അതിൻ്റെ ട്രൂത്ത് മനസ്സിലായപ്പോഴല്ലേ. ഈ ക്വയർ റിലേഷൻഷിപ്പിന് ഒരു ട്രൂത്ത് ഉണ്ട്, അതൊരിക്കലും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഖാലിദ് ഹൊസൈനി എന്ന് പറയുന്ന റൈറ്റർ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദി കൈറ്റ് റണ്ണർ ആൻഡ് ദ മൗണ്ടൻസ് എക്കോഡ്, 1000 സ്പ്ലെൻഡിഡ് സൺസ്. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഹാരിസ് എന്നാണ് അവൻ്റെ പേര്. അപ്പനെ പോലെ മിടുക്കനായി സംസാരിക്കുന്ന എഴുതുന്ന ഒരാളാണ്. അവൻ്റെ കോളേജുകളിലൊക്കെ സ്പീച്ച് നടത്തുന്ന അവനാണ്. അവന് ഭയങ്കരമായ ഒരു ഫെമിനിറ്റി ഉണ്ട്, ഒരു ലാസ്യ ഭാവമൊക്കെ ഉണ്ട്. ഒരു 3 കൊല്ലം മുമ്പ് ഖാലിദ് ഹുസൈനി പബ്ലിക്കലി പറഞ്ഞു, എൻ്റെ മകൾ എന്ന് പറയാണ്. ഈ ഹാരിസ് ഒരു പെൺകുട്ടിയാവാൻ തീരുമാനിച്ചു. കാരണം ഹാരിസ് മനസ്സിലാക്കുന്നു എന്നിൽ ഏറ്റവും കൂടുതൽ സ്ത്രീയാണ്. അത് അവൻ്റെ കയ്യിൽ പോലും അല്ല നിൽക്കുന്നത്, അവൻ ഡിസൈഡ് ചെയ്തതല്ല. ഇപ്പോൾ സെക്സ് എന്ന് പറയുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് സെക്ഷൽ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. സെക്സ് പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മൾ റിപ്രൊഡക്ഷൻ എന്ന് മാത്രം ചിന്തിച്ചാൽ അതിന് വിലയുണ്ടാവില്ല, പ്ലഷർ എന്ന് മാത്രം ചിന്തിച്ചാൽ അതിന് വിലയുണ്ടാവില്ല. അതിൻ്റെ അപ്പുറത്ത് ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. എൻ്റെ കുട്ടിക്കാലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ കുറച്ച് സ്ത്രൈണത കൂടുതലുള്ള പുരുഷന്മാരെ, അവർ വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീകളെ തന്നെ ആയിരിക്കാം. ഇവനെന്ത് ഇങ്ങനെ നടക്കണേ നമുക്ക് അവൻ ഒച്ചയെടുക്കാൻ പറ്റില്ല. അവന് ട്രെയിനിങ് കൊടുത്താലും അവൻ മാറില്ല. കാരണം അവൻ്റെ ഹോർമോണൽ വേരിയേഷനിൽ ഒരല്പം ചായ്വ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ചായ്വ് ഒരു 90% വന്നാൽ അവൻ എന്ത് ചെയ്യും? അവൻ എവിടെ പോവും? ഞാൻ കൃത്യം ഒരു 7 കൊല്ലം മുമ്പ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ചെന്നൈയിലുണ്ടായിരുന്നു. അവരോടൊപ്പം ഒരു ദിവസം താമസിച്ചു. അതൊരു പയ്യൻ ഇങ്ങനെ കരഞ്ഞു പറയും, യു കാൺ ഫേക്ക് ടീയേഴ്സ് അറ്റ് ടൈംസ്. അവൻ കരഞ്ഞു പറയാണ്, ചേട്ടാ ഞാനൊരു പെണ്ണാണ് ചേട്ടാ. അവൻ ലിറ്ററലി പുരുഷനാണ്, പക്ഷെ അവൻ പറയുന്നത് എന്നോട് ഇങ്ങനെയാണ്, ഞാനൊരു പെണ്ണാണ് ചേട്ടാ. എൻ്റെ വീട്ടിൽ പോയി ഞാൻ അപ്പനമ്മയും കാണുന്ന ഒന്നല്ല ഈ വെളുപ്പിന് 4 മണിക്ക് മുമ്പോ രാത്രി 12-ന് ശേഷമോ, ആ ഗ്യാപ്പിൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോലും കയറാൻ പറ്റുള്ളൂ. അവൻ്റെ അപ്പനമ്മയും ജീവനതുല്യ ഇഷ്ടമാണ്, അവൻ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇങ്ങനെയായി തീർന്നത് അവരുടെ ചോയ്സ് ആയിരുന്നില്ല അവൻ്റെ. നാളെ നിങ്ങളുടെ മകനോ മകളോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടിട്ടുള്ള ഒരു പർട്ടിക്കുലർ സെക്ഷുവാലിറ്റിയിൽ അല്ലാതെ പെരുമാറാൻ തുടങ്ങിയാൽ
നിങ്ങൾ അവനെ പടിയടച്ച് പിണ്ടം വയ്ക്കൂ? അതവനെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കൂ? ഓഫ് കോഴ്സ് ഇതിന് എതിർപ്പ് വരാൻ കാരണം ഇതിനെ പ്രൊമോഷൻ അർഹിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപാട് പേര് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊരു സ്റ്റൈലിഷാണ്. ഞാൻ പെണ്ണും പെണ്ണും പ്രണയിക്കുന്നത്, ഞങ്ങൾ സമൂഹത്തിൽ ഡിഫറെൻ്റ് ആയി എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ഒരു പ്രൊമോഷണൽ ആംഗിളിൽ കാണുന്നവരും ഒരുപാട് പേരുണ്ട്. നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ട് ബോംബ് ഉണ്ടാക്കുന്നവർ കുറേ പേരുണ്ടെന്ന് പറയുന്ന പോലെ, ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ജെനുവിൻലി പറയുകയാണ്, ചേട്ടാ ഞാനൊരു പുരുഷനാണെങ്കിലും എൻ്റെ ശ്രേണത കൂടുതലാണ്, ഞാനൊരു പെണ്ണായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അയാളെ ഹഗ് ചെയ്യാനേ പറ്റുള്ളൂ, അയാളെ സ്വീകരിക്കാനേ പറ്റുള്ളൂ. പിന്നെ വിമർശിക്കാൻ നമ്മൾ എല്ലാത്തിനും വിമർശിക്കുന്ന എപ്പോഴാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തപ്പോഴാണ്. നമ്മൾ അയൽവക്കത്തൊക്കെ ഒളിച്ചോടിയ ആളുകളെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കൊടുക്കും. വീട്ടിലൊരാൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ ഭാരം മനസ്സിലാവുക. സീക്ക് ദ ട്രൂത്ത്. ഖാലിദ് ഹുസൈനി തൻ്റെ മകനെ അപ്രീഷിയേറ്റ് ചെയ്ത് പെണ്ണായി നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് റൈറ്റപ്പ് എഴുതിയത് അയാൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഷീ ഫൗണ്ട് ഹെർ ട്രൂത്ത്. അവളുടെ സത്യം തിരിച്ചറിഞ്ഞിട്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ അവൾ തീരുമാനിച്ചു. മോളെ, നിന്റെ ഒപ്പം അപ്പന നിലയിൽ എനിക്ക് ഇന്ന് 2 പെൺമക്കളാണ്, അയാൾക്ക് ഓൾറെഡി ഒരു മകളുണ്ട്, ഈ പുതിയ മകളായി മാറിയതിന് അയാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ കുറച്ചുകൂടി അനുഭാവം കാണിക്കണം. നിങ്ങൾ വിമർശിക്കാതിരിക്കുകയും ചെയ്യണം. നമുക്കറിയില്ല നമുക്കുണ്ടാകാൻ പോകുന്ന കുട്ടികൾ കാലം ഇത് ഒരു കാര്യം കൊണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ആരും ഇതാവുമെന്ന് എനിക്ക് തോന്നണില്ല. അവനവൻ്റെ ട്രൂത്താണ് ഈ പുറത്തേക്ക് വരുന്നത്. ചിലർ ആ ട്രൂത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ നമുക്ക് അവർ സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. അവരുടെ സംസാര രീതി, ശൈലി, കൈ പിടിക്കുന്ന നടത്തം, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചിരി വരുമായിരിക്കും. അതിൻ്റെ പുറകിൽ അവർക്ക് അവരുടേതായ ഒരു സത്യമുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ മാറി നിൽക്കുക. അതിനെ വെറുതെ കൊട്ടിയടച്ച് വിമർശിക്കാൻ നമുക്കൊന്നും ഒരു അവകാശമില്ല. ദിസ് ക്യാൻ ഹാപ്പൻ ടു യു ആസ് വെൽ. യു നെവർ നോ. നാളെ ഒരു ആക്സിഡന്റ് എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചാൽ യു നെവർ നോ. ദാറ്റ് ഡേ യു മൈറ്റ് വിഷ് ഒരാളിങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിനോടൊന്നും എതിർപ്പില്ല. ഞാൻ ഇതിനെല്ലാം, if it is the truth, I accept it, I respect it, I love them. വെരി വെൽ പുട്ട്. ആ കയ്യടി എനിക്കും കൂടെ ഒരു സന്തോഷം തരുന്നുണ്ട്, എവിടേക്കോ ഒരു ആക്സെപ്റ്റൻസ് ഫീൽ ചെയ്യുന്ന പോലെ. ഇപ്പൊ നമ്മൾ ജോസഫ് സംസാരിച്ചപ്പോൾ ഖാലിദ് ഹുസൈനി പെട്ടെന്നാണ് കയറി വന്നത്. അതുമായിട്ട് പെട്ടെന്ന് ആ റെഫറൻസ് കയറി വന്നത്. ജോസഫ് എന്നെ പോലെ തന്നെ മുമ്പ് റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ ആ സമയത്തും ഷോസ് കേട്ടിട്ടുള്ളതുകൊണ്ട് പറയാണ്, റേഡിയോ ഇസ് എ പാസീവ് മീഡിയം, കുത്തിയിരുന്ന് കേൾക്കുന്ന ഒരു മീഡിയം അല്ല. അപ്പം അങ്ങനെ കേൾക്കുന്ന ആളുകൾ പോലും ഒരു ദിവസം ജോസഫ് സംസാരിച്ച ഒരു വിഷയത്തെ പറ്റി പിന്നീട് ഓർക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. ജോസഫിൻ്റെ ഷോസിൽ ഓരോ ലിങ്ക്സിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം ഓരോ വാക്കുകൾ അതിൽ പ്ലേസ് ചെയ്യുന്നത്, ഓരോ റെഫറൻസുകൾ, ഓരോ ബുക്സ്, ഇതൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞു പോവുകയും ചെയ്യാം. പക്ഷെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ഞാൻ ജോസഫിൻ്റെ ലിങ്ക്സ് കേട്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇതെവിടെ നിന്നായിരിക്കും ഈ സ്റ്റോറി എടുത്തുകൊണ്ട് വരുന്നത് എന്നുള്ളതാണ്. അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അത് വരുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ്ലി അത് ചെയ്യുന്നതുകൊണ്ടാണ്, അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പലരും ഞങ്ങൾ ഇൻവെർട്ടറാ, സംസാരിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. മേജർ റീസൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലുള്ള ഒരു ഗ്യാപ്പാണ്. ഇപ്പോൾ ജോസഫിൻ്റെ സംസാരം കേൾക്കാൻ ഇത്രയും നേരമായിട്ടും നമ്മൾ ഈ അറ്റൻഷൻ സ്പാൻ 3 സെക്കൻഡ് ആണെന്ന് പറയുന്ന സമയത്ത് പോലും ഇത്രയും പേര് നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതെങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അതില്ലാത്ത ഒരാൾക്ക് എന്ത് അഡ്വൈസ് കൊടുക്കും? ഒന്നാമത് നിങ്ങൾക്ക് ഒരു സ്കില്ലില്ലെങ്കിൽ ഫസ്റ്റ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എനിക്ക് നാളെ സച്ചിനെ പോലെ ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് പറ്റുമോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. കുത്തിരുന്ന് പ്രാക്ടീസ് ചെയ്യുക, അതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഈ പറഞ്ഞ വലിയ പബ്ലിക് സ്പീക്കേഴ്സ് ആയിരുന്നില്ല, സൈലൻ്റായിട്ട് പോകുന്ന ആളുകളുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഖത്തറിലൊരു പരിപാടിയിൽ പോയപ്പോൾ ആ ഇവൻറ്റ് മുഴുവൻ ഓർഗനൈസ് ചെയ്തൊരു പയ്യൻ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് പറയാൻ അവനെ, എൻ്റെ യാത്ര, എനിക്കവൻ തന്ന ഗിഫ്റ്റ് ഉൾപ്പെടെയൊക്കെ വെൽ മാനേജ്, വെൽ ഓർഗനൈസ്ഡ്. അവൻ്റെ സ്പീച്ചിന് കയറിനേക്കാളും എന്നോട് പറഞ്ഞു, ജോസഫ് എൻ്റെ നെഞ്ച് പെട്ടൊക്കെയാണ് കിടന്നിട്ട് എനിക്കിത് എങ്ങനെ പറയണം. പുള്ളി പ്രസംഗമൊക്കെ പറഞ്ഞിട്ട് ക്രൗഡിനോട് തന്നെ പറഞ്ഞു, കുറച്ച് കൂടിപ്പോയല്ലേ എന്ന് പുള്ളി തന്നെ പറയാണ്. എല്ലാവർക്കും ഈ സ്കിൽ ഉണ്ടാവണമെന്നില്ല. എൻ്റെ കാര്യത്തിൽ സംഭവിച്ച് ഞാൻ പറയാം. എൻ്റെ അപ്പച്ചനൊരു പബ്ലിക് സ്പീക്കറാണ്. നല്ലൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഡ്രൈവറായിരുന്നു ഞാൻ. അപ്പൻ നല്ല കോണ്ടന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അപ്പച്ചൻ റിട്ടയർ ചെയ്ത സമയത്ത് അപ്പൻ പറഞ്ഞ എഴുതിയ പ്രസംഗം ലാമിനേറ്റ് ചെയ്ത് വെച്ചൊരു മകനാണ് ഞാൻ. അപ്പൻ റിട്ടയർമെൻറ്റിന് അന്ന് പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്,
ഒരു ജന്മ സുഹൃതം മുഴുവൻ ശിരസിലേറ്റി മകരജ്യോതി കണ്ട് സായൂജി മടങ്ങി മലയിറങ്ങുന്ന അയ്യപ്പനെ പോലെ സ്റ്റാർ ജീസസ് എന്ന സ്കൂളിന്റെ പടിയിറങ്ങുമ്പോൾ എനിക്ക് ഒത്തിരി പേരോട് നന്ദി ചൊല്ലാനുണ്ട്. കുഞ്ഞിക്കിളികൾക്ക് കൂടുകൂട്ടാൻ അമ്മക്കിളി കൂടൊഴിഞ്ഞേ പറ്റൂ. ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ച വിദ്യാർത്ഥികൾ എപ്പോഴെങ്കിലും എന്നെ കണ്ടുപിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ ഒരു ഓട്ടോറിക്ഷ ഇറങ്ങുമ്പോൾ, ആശുപത്രിയിലെത്തുമ്പോൾ, എൻ്റെ കയ്യിൽ നിന്ന് പിടിക്കുമ്പോൾ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്, സാറ് നല്ലൊരു മാഷായിരുന്നു എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് കിട്ടാവുന്ന ഗുരുദക്ഷിണ എന്നൊക്കെ പറഞ്ഞ് അപ്പൻ പ്രസംഗം പറയുന്നത് കേട്ട് രോമാഞ്ചം എന്ന മകനാണ് ഞാൻ. നിങ്ങളിപ്പോൾ കൈയടിച്ചത് എൻ്റെ അപ്പൻ്റെ പ്രസംഗത്തിനാണ്. അപ്പൊ അത് കണ്ട് വളർന്നൊരു മകനായതുകൊണ്ട് നാച്ചുറലി ജെനിസിന്റെ ഗുണം എന്ന് പറയുന്നൊരു സാധനം കാര്യമായിട്ട് എന്നിലുണ്ട്. പിന്നെ ഒരു ഡിഗ്രി, എന്നോട് കുട്ടിക്കാലത്തൊക്കെ നല്ലപോലെ പ്രസംഗം പറയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനൊക്കെ പത്തറ്റിക് സ്പീക്കർ ആയിരുന്നു. ഇഫ് യു റീഡ് 1000 books വേർഡ്സ് വിൽ ഫ്ലോ ലൈക്ക് എ റിവർ എന്നാ പറയാ. നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നിങ്ങൾ നല്ലപോലെ വായിക്കേണ്ടതുണ്ട്. എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്, ജോഷി അച്ചാച്ചനിവിടെ വന്നിട്ടുണ്ട്. ഓ ഹായ് ഹായ്. അച്ചാച്ചൻ എപ്പോഴും വീട്ടിൽ വരുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോൾ ഉണ്ടായിരുന്ന സമയത്ത് ജോഷിങ്ങൾ വരാൻ ഭയങ്കര സന്തോഷമാണ്. ജോഷിങ്ങൾ വന്നാൽ കുറേ ഇൻഫോർമേഷൻ കിട്ടും. പത്രം നല്ലപോലെ വായിക്കുന്ന ഒരാളാണ്. നമ്മൾ ഏത് വിഷയം എടുത്തിട്ടാലും അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ട്, കാമ്പുള്ള കാര്യങ്ങൾ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. പിന്നെ നാളെ ഇപ്പോൾ ഹോർത്തോസിന് പോകുമ്പോൾ ഹാഷ്ടാഗിന് ഹൃദയത്തിനിടയിൽ സബ്ജക്റ്റ് തരുമ്പോൾ ഞാൻ എൻ്റെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഈ ഗാലിത്തോസിന് വെറുതെ കയറി വന്നതല്ല. ഞാൻ ആലോചിച്ചു, ഈ ക്വയർ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ഈ വാക്ക് വന്നത്, ഇതെങ്ങനെയാണ് ഇത് ഫോം ചെയ്യപ്പെട്ടത്, എന്താണ് അതിൻ്റെ അർത്ഥം, എന്തുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നു, നമ്മൾ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നുള്ളതാണ് റൈറ്റ് വേർഡ്. നിങ്ങൾക്ക് പിന്നെ ഈ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഞാൻ പറയാം. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഐ ഓൾവേസ് സ്പീക്ക് ടു എക്സ്പ്രസ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിലുള്ളത് അതുപോലെ നിങ്ങളോട് പറയാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. നാളെ ഇതെന്താ ഇവർ എങ്ങനെ വരും ഞാൻ ചിന്തിക്കുന്നില്ല. നിങ്ങളിവിടെ വന്നിട്ട് ഉള്ളു തുറന്ന് നിങ്ങൾ എന്തു പറയുന്നു അത് ആളുകൾ എത്തിക്കൊള്ളും. എൻ്റെ അപ്പച്ചൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടും കൂടിയില്ല. അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഞാനിവിടെ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൈയടിച്ചു. കാരണം അതെൻ്റെ അപ്പച്ചൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ്. നിങ്ങൾ എന്ത് സംസാരിക്കുമ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കും, ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ ഈ നന്മയുടെ നെറുമലരുകൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിലാണെന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തും എക്സ്ട്രാ ഓർഡിനറി ആക്കാം എന്നുള്ളതാണ്. എന്ത് കാര്യവും നിങ്ങളോട് ഒന്ന് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ കവിതയുടെ പ്രിപ്പറേഷൻ കവിത എന്നെ വിളിച്ചിരുന്നു ഈ ടോക്കിന് മുമ്പ്, ഞാൻ ഇങ്ങനെയൊക്കെ കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, ഓക്കെ ആയിരിക്കുമോ? കവിത ആദ്യമായിട്ടാണ് ഒരു ആങ്കറിങ് നടത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് തുറന്ന് സംസാരിക്കാം, വരുന്ന പോലെ വരട്ടെ, നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഇവിടെ വന്നവർക്ക് വേണ്ടിയിട്ടല്ല. എല്ലാത്തിലും എഫേർട്ട് ഉണ്ട്. പിന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പേടിയുള്ളവരുണ്ടെങ്കിൽ നാളെ തുടങ്ങി എല്ലാത്തിനും കൈ പൊക്കുക എന്നുള്ളതാണ്. നന്ദി പറയാൻ ആരെങ്കിലും നോക്കുമ്പോൾ നീ പൊക്കടി എന്ന് പറയാണ്ട് സ്വയം കൈ ഉയർത്താൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ നിന്ന് എന്തിനൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ബാംഗ്ലൂർ ഞാനൊരു പ്രസൻറ്റേഷൻ നടത്തിയതാണ്. എനിക്ക് മലയാളം എഴുതി പഠിച്ചതായതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് കൃത്യമായിട്ട് അറിയില്ല. ബാംഗ്ലൂരെല്ലാം ഒടുക്കത്തെ ഇംഗ്ലീഷാണ്. എൻ ടു ദ പവർ ഓഫ് ഫോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഞാൻ ഞെട്ടിപ്പോവാം. കാരണം എനിക്ക് സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, ലസാഗു, ഉസാഗ അവരുടെ ബാഹുബലിയിലെ ഭാഷയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ കുത്തിയിരുന്ന് പഠിച്ച് ഞാനൊരു ടോക്ക് കൊടുത്തു ഇംഗ്ലീഷിൽ, കാണാപ്പാടം പഠിച്ച്. ഇവർക്കെല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് നല്ല പ്രസംഗം, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്? കറുകുറ്റി സ്റ്റാർ ജീസസ് ഹയർ സെക്കൻഡറി സ്കൂൾ. പക്ഷേ കറുകുറ്റി സ്റ്റാർ ജീസസ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിന് കുറച്ചുകൂടി വിലയുണ്ട്. അപ്പം നമ്മൾ അതിനുശേഷം എനിക്കറിയാം, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ, ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ലാസ്റ്റിംഗ് ഇംപ്രഷൻ. നമ്മൾ അവസാനം കൊടുക്കുന്ന ഇംപ്രഷനാണ് അവസാനത്തോളം അവരുടെ മനസ്സിൽ നിൽക്കുക. കുത്തിയിരുന്ന് പഠിച്ചു, പ്രസൻറ്റേഷൻസ് തയ്യാറാക്കി. സോ ഒന്നിനകത്തൊരു നാച്ചുറൽ സാധനമുണ്ട്, രണ്ടിനകത്തൊരു എഫേർട്ട് ഉണ്ട്, 3 കണ്ടിന്യൂസ് റിസർച്ചും വായനയും ഉണ്ട്. ഇതൊന്നുമില്ലാണ്ട് എനിക്ക് നാളെ പബ്ലിക് സ്പീക്കർ ആവണമെന്ന് പറയും. ഇപ്പോൾ കവിതയൊക്കെ കേട്ടിട്ടുണ്ടാവും, ചേട്ടാ ഞാൻ നല്ലോണം സംസാരിക്കും, RJ കൊള്ളാമെന്നുണ്ട്. നീ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ നല്ലതെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. കാരണം നല്ലോണം സംസാരിച്ചിട്ട് കാര്യമില്ല, നല്ലതുപോലെ സംസാരിക്കാൻ പറ്റണം. അത് ഓർഗാനിക്കലി സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരമുണ്ട് ഇവിടെ, വേണമെങ്കിൽ ഇതൊരു ആദ്യ ശ്രമമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നമ്മൾ Q&A പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ജോസഫിന് ഒരു സന്തോഷ വാർത്തയും കൂടി ഷെയർ ചെയ്യാനുണ്ട്. ഈ ഫെബ്രുവരി 29 4 വർഷത്തിനിടയിൽ വരുന്ന പോലെയാണ് ജോസഫിന്റെ ബുക്സ് വരുന്നത്. അത്രയും കാത്തിരിക്കണം. 4 വർഷം ആവാറായി, ഒരു ബുക്കില്ലേ?
ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വായനയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തരും ഒരു പുതിയ ബുക്ക്. ആ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പുസ്തകത്തിന് പുറകിലായി. നേരത്തെ നിങ്ങളോട് പറഞ്ഞു, എന്തോന്നറിയില്ല 3 വർഷമൊക്കെ എടുക്കേണ്ടി വരുന്ന ഒരു പുസ്തകം എഴുതാനായിട്ട്. അപ്പം ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ്. ആ പേര് ഇപ്പോൾ പറഞ്ഞേക്കാളും ഒന്നുകൂടി ആലോചിച്ചു. ഇത് പബ്ലിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കുമല്ലോ എൻ്റെ പേര്. ഈ കണ്ട കാലം മുഴുവൻ ഞാൻ കേട്ട ഒരുപാട് കഥകളുണ്ട്. അവർ പലരും എന്നോട് പറയുന്നത് എങ്ങനെയാണ്, ചേട്ടാ ഇത് വേറെ ആരോടും പറയാൻ പറ്റില്ല, ചേട്ടൻ ഇത് കേട്ടിട്ട് ചേട്ടൻ എൻ്റെ പേര് പറയാണ്ട് ചേട്ടൻ ഇതിനെക്കുറിച്ച് പറയണം, കുറച്ച് ആളുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിയണം. അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ ഉള്ളിൽ ഒതുക്കിയിട്ടുള്ള കുറേ ഇന്നർ വാർസ് ഉണ്ട്, യുദ്ധങ്ങൾ. ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് എഴുതിയത് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, എൻ്റെ ജീവിതത്തിൽ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ ചതിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആരും കാണാത്ത ചില യുദ്ധങ്ങൾ. അപ്പം എൻ്റെ പുസ്തകത്തിൻ്റെ പേര് അത് തന്നെയാണ്, ആരും കാണാത്ത യുദ്ധങ്ങൾ എന്നാണ്. അൺസീൻ വാർഫെയർ എന്നാണ്. ലാസ്റ്റ് ബുക്കിന് പേരിട്ടപ്പോൾ സ്നേഹം കാമം ഭ്രാന്തിൽ കാമം ഉള്ളതുകൊണ്ട് തന്നെ പലരും അത് വായിച്ചിട്ടില്ല. ഇന്നും കൂടി അപ്പം പറഞ്ഞോളൂ, നീ ആ പേരിട്ടതാണ്. കാരണം അപ്പനത് ബെസ്റ്റ് ആകാൻ ആഗ്രഹം എങ്ങനെ ഞാൻ ലോകത്തെ ഉണർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അപ്പം കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്നോട് ചേട്ടൻ ഈ യാത്രയിൽ കഴിഞ്ഞ യാത്രയിൽ പറഞ്ഞാണ്, എടാ ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ചേട്ടാ ആ ചേട്ടൻ്റെ സ്നേഹമായിട്ട് ഞാൻ കരുതുന്നു, പക്ഷെ അത് ഞാൻ കാണിച്ചിട്ടുള്ള തുണ്ടുകളൊന്നും അല്ല അതിനകത്തുള്ളത്. ഇത് ചേട്ടന് വായിക്കാവുന്നില്ല, എങ്കിലും നീ അതിനെക്കുറിച്ച് എഴുതുന്നത് പോലും എന്താണെന്നറിയില്ല. നിങ്ങൾ വരാനിരിക്കുന്ന പുസ്തകം വാങ്ങിച്ചില്ലെങ്കിലും സ്നേഹം കാമം പറ നിങ്ങൾ വാങ്ങിക്കണം. നിങ്ങൾ വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുക്കണം. ഇപ്പം നിങ്ങൾ ഒരുപാട് പേര് കുറ്റപ്പെടുത്തും, വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അപ്പോൾ തന്നെ. പക്ഷെ നിങ്ങൾ വായിച്ചപ്പോൾ ഐ എം സോ ഹാപ്പി യു മെൻഷൻഡ് സ്നേഹം കാമം ഭ്രാന്ത്. ഇപ്പം ഈ ബുക്ക് മാതൃഭൂമിയാണ് ഇത്തവണ പബ്ലിഷ് ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ ഇറക്കാനാണ് പ്ലാൻ. പ്രീ ബുക്കിംഗ് ഒക്കെ ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ ഈ ആരും കാണാത്ത യുദ്ധങ്ങൾ പേര് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇനി ഇതുവരെ ലോകത്ത് നടക്കാത്ത യുദ്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിൽ ചിന്തിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ വായിക്കോ. എൻ്റെ ഒരു സോൾ പർപ്പസ് ആ പുസ്തകം ഞാൻ എഴുതിയത് ആ വായിക്കുന്ന മനുഷ്യരൊക്കെ അവർ വായിക്കുന്ന മുറിയിലിരുന്ന് സുഖപ്പെടാനാണ്, ഒരു ഹീലിങ്ങിന് വേണ്ടി തന്നെ എഴുതിയ പുസ്തകമാണ്. വലിയ സാഹിത്യമില്ല. എവിടേക്കോ നിങ്ങളെ കാണും, ചിലപ്പോൾ ഇയാൾക്ക് സംഭവിച്ച എനിക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതാൻ സാധ്യതയുണ്ട്. കുറേ കാലമായിട്ട് കൊണ്ടു കിടക്കുന്ന ചില മുറിവുകളിൽ അതൊരു തൂവലിൽ മുക്കിയുള്ളൊരു മരുന്ന് തലോടുന്ന പോലെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഇനി കൂടുതൽ ഞാൻ പറഞ്ഞാൽ മറ്റേ ബസ്സിൽ കയറി നിന്നിട്ട് 10 രൂപ എന്നുള്ള ലൈനായി പോകും. ബുക്ക് പുറത്തിറങ്ങുമ്പോൾ പറ്റിയാൽ വാങ്ങിക്കൂ. താങ്ക് യു. യെസ്. അപ്പൊ ഇനി ഇതിൽ ഒരുപാട് പേരും ഇവിടെ വന്നേക്കുന്നത് ജോസഫിനോട് നേരിട്ട് സംസാരിക്കാനും, ഇതിൽ പലരുടെയും ലൈഫ് ജോസഫ് നേരിട്ട് തൊട്ടറിഞ്ഞിട്ടുണ്ടാവും, പുള്ളി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ Q&A സെഷനിലേക്ക് പോകാമെന്ന് കരുതുന്നു. ആരായിരിക്കും ആദ്യത്തെ ചോദ്യം ചോദിക്കുക? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ആ, കൈ പോകാൻ പറഞ്ഞു. യെസ്, ഒരു നല്ല കൈയടി. Hi. As a reader myself, I often felt that it's not we who find the books to read, it's the book that find the readers. As a voracious reader who himself has stated that ഞാൻ ഒരുപാട് എഴുത്തുകാരുടെ കൂടെ കിടന്നുറങ്ങുന്ന ഒരാളാണെന്ന്. So how well do you agree with this statement? ഐ അഗ്രി വിത്ത് ദാറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്ക് ശാന്താറ എന്നുള്ള ബുക്കാണ്. അതെന്നോട് വാങ്ങിക്കാൻ പറഞ്ഞ എൻ്റെ ബോസാണ്, ജിനോജ് എന്ന് പറഞ്ഞ ബോസാണ്. അത് വാങ്ങിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനത് വായിച്ചത്. ആ 3 വർഷം കഴിഞ്ഞ് വായിച്ചപ്പോൾ ഞാൻ കുറച്ചുകൂടി മെച്ചുവേർഡ് പേഴ്സൺ ആയിരുന്നു. 3 വർഷം മുമ്പേ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതെന്നെ ഒരിക്കലും എഴുത്തുകാരനാക്കേണ്ടാവില്ല. എന്നെ എഴുതാൻ പ്രേരിപ്പിച്ച പുസ്തകം ശാന്താറാമാണ്. സോ ഐ ടോട്ടലി അഗ്രി വിത്ത് യു. ചില ബുക്കുകൾ നമ്മളെ കണ്ടെത്തേണ്ട ഒരു സമയമുണ്ട്. വായനക്കാരൻ ഒരു സൈഡിൽ നിന്നും പുസ്തകം ഒരു സൈഡിൽ നിന്നും നടന്നു തുടങ്ങിയിട്ടുണ്ട്. അറ്റ് ദ റൈറ്റ് പോയിന്റ്, റൈറ്റ് മൊമെന്റ് യു ബോത്ത് വിൽ മീറ്റ്. ഐ അഗ്രി വിത്ത് ദാറ്റ്. Yeah, thank you. സ്നേഹം കാമം ഭ്രാന്ത് ഇറങ്ങിയ സമയത്താണ് ഞാൻ വായിച്ചത്. I can't agree when I was reading at that point, but when I read it a few days back, I totally agree with whatever you have said in it. Thank you. Can I have an autograph in it? Of course, we'll do it later. Sure. Okay, thank you. Sure, I will do it. നമുക്ക് വേഗം മൈക്ക് പാസ് ചെയ്ത് വേഗം ചോദ്യങ്ങളിലേക്ക് പോവാം. ഹായ് ചേട്ടാ, എന്നെ ഓർമ്മയുണ്ടോ? എവിടെയോ നമ്മളൊരു മീറ്റിംഗിൽ കണ്ടിട്ടുണ്ട്. കണ്ണൂർ കാൾടെക്സ്. ആ ഓക്കെ. ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളെ വേർത്ത് മനസ്സിലാക്കാതെ നമ്മളെ വിട്ടുപോയോട് നമുക്ക് എന്താ ഒരു ഇത് പറയണം? അവർക്ക് എങ്ങനെ നമുക്ക് റിവെഞ്ച് കൊടുക്കാൻ പറ്റും? പ്രതികാര നടപടികളിലേക്കൊക്കെ എത്തി.
എൻ്റെ വേറെ ഏതൊക്കെയോ വീഡിയോസാണ് കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. എൻ്റെ ഡിക്ഷണറിയിൽ റിവെഞ്ച് എന്നുള്ള വാക്കില്ല കേട്ടോ. സീരിയസ്ലി റിവെഞ്ച് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അവനൊരു എൻ്റെ ബുക്കിനെ പണ്ട് ഞാൻ ബ്ലോഗുകൾ എഴുതുമായിരുന്നു. അത് കമ്പനിയിൽ അയച്ചു കൊടുക്കും, ഫ്രണ്ട്സിനൊക്കെ വായിക്കണം ഒന്ന് അഭിപ്രായം പറയണേ. അന്ന് എൻ്റെ തീപ്പന്തം ജോസഫ് എന്ന് വിളിച്ചിരുന്ന ഒരാളുണ്ട്. അവൻ്റെ തീപ്പന്തം ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഒരു 4-5 വർഷത്തിൽ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഫിയാൻസേ. ആ പെൺകുട്ടി എൻ്റെ കടുത്ത ഫാൻ. അപ്പം എൻ്റെ ബുക്കിലൊരു സൈൻ വേണമെന്ന് അവളുടെ ഒരു ആഗ്രഹം. എൻ്റെ കൊളീഗാണ് എന്ന് പറഞ്ഞാൽ വന്ന് സൈൻ വാങ്ങിച്ചിട്ട് പോയി. എടാ മെനക്കെട്ടവനെ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ എഴുതിയത് താങ്ക്സ്, ഹാപ്പി മാരീഡ് ലൈഫ് നമ്മൾ എഴുതാണ്. ചില ആളുകൾക്ക് നമ്മൾ റിവെഞ്ച് ചെയ്താലും റിവെഞ്ച് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാവില്ല, അതിനുള്ള ബോധം പോലും ഉണ്ടാവില്ല. നമ്മൾ പ്രതികാരം ചെയ്ത് കണ്ടോടാ എപ്പോ, അപ്പൊ നമ്മൾ പ്രതികാരം വേണ്ട. തമാശ പറഞ്ഞതല്ല, നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കാണ്ട് നമ്മളെല്ലാവർക്കും വർത്തിയായിട്ടുള്ള ഒരാളല്ല. സീരിയസ്ലി ഞാൻ ഒരുപാട് പേർക്ക് നന്മ മരമാണ്. വെറുതെ ഇങ്ങനെ നന്മ ബെതിർന്ന കുറെ പേർക്ക് അവൻ ഫ്രോഡാ, അവൻ അടുത്ത സെറ്റ് ഓഫ് ബോക്സ് എടുക്കാൻ പോകുന്ന ആളാന്നൊക്കെ പറയുന്ന ഇപ്പം ഈ രീതിയിലൊക്കെ എന്നെ കളിയാക്കുന്നവർ എനിക്കുണ്ട്. എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം, എൻ്റെ അപ്പനമ്മ ചേട്ടന്മാർ ഈ ക്രൗഡിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാൻ ആരുമില്ല. 1-2 മുഖങ്ങൾ എനിക്ക് പരിചയമുള്ളതുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് എൻ്റെ വർത്ത് മനസ്സിലാക്കിയിട്ടവരില്ല. ഇവരെൻ്റെ വർത്താനം കേട്ട് ഇവർ പോവും. നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ വർത്ത് ഒരിക്കലും കാണിച്ചു കൊടുക്കേണ്ടതല്ല. നമ്മൾ വർത്ത് കാണിച്ചു കൊടുത്താൽ അത് വേണ്ടാത്തവരുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പണ്ടൊരിക്കൽ ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാം ബാംഗ്ലൂര്. ഒരാൾ ഡോറ് നോക്ക് ചെയ്തു. എനിക്കന്ന് ഇച്ചിരി ഒറ്റ താടി അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ, സെക്കൻഡ് ഷോയ്ക്കുള്ള ആൾ പോലും ഇല്ല താടിയിൽ. ഡോറ് തുറന്നു. അപ്പം ഞാൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ ഫസ്റ്റ് യു ലിസൺ, ഈ തോക്കാൻ സാധനം വെക്കാൻ വന്ന ആളാണ്. അപ്പം ഞാൻ യെസ് ടെൽ മീ. അവൻ എന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ അവസാനം എനിക്ക് വേണ്ട. അവനെ ഹർട്ട് ചെയ്തത് അവൻ്റെ സാധനം വേണ്ട എന്ന് പറഞ്ഞതല്ല, അവനെ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ റിജക്റ്റ് ചെയ്തു. പിന്നീട് മൊത്തം ഇരുന്ന് കേട്ട് കഴിയുമ്പോൾ അവന് സന്തോഷമായി. എല്ലാ മനുഷ്യരും അങ്ങനെയല്ല. ചിലർക്ക് നമ്മൾ എത്ര നല്ല മനുഷ്യരായാലും പീപ്പിൾ വിൽ ഗെറ്റ് ഫെഡ് അപ്പ്. നിങ്ങൾ എത്ര നല്ല മനുഷ്യരായാലും മനുഷ്യർ നിങ്ങളെ വെറുക്കും. അത് ഈ ഭൂമിയുടെ നിയമമാണ്. അയാൾക്ക് റിവെഞ്ച് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട. നിങ്ങളുടെ മുഖം വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് റീലാക്കി വേണമെങ്കിൽ നിങ്ങൾ റിവെഞ്ചിന് പ്ലാൻ ഇടുന്നുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതർവൈസ് എന്നോട് ഒരിക്കൽ പോലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്. താങ്ക് യു. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹായ്. ഞാൻ ആദ്യം പറയാനുള്ളത് വിറ മാറ്റാൻ വേണ്ടിയിട്ട് എണീറ്റുന്നതാണ്, വിറയിൽ മാറ്റാൻ വേണ്ടിയിട്ട്. കൺഗ്രാജുലേഷൻസ്. പിന്നെ ചോദിക്കാനുള്ളത്, സാർ പറഞ്ഞു പല കാര്യങ്ങളും ട്രൂത്ത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ സാധാരണ ഉള്ളതായി മാറും. ഇപ്പോൾ ക്വയറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് 16th സെഞ്ച്വറിയിൽ വന്നതായിരുന്നു. പിന്നെ ഇത് മനസ്സിലാക്കിയപ്പോഴാണ്, ട്രൂത്ത് മനസ്സിലാക്കിയപ്പോഴാണ് ശരിയായതെന്ന് പറഞ്ഞു. അതുപോലെ ഈ പറഞ്ഞ ഗേ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പൊക്കെ എനിക്ക് തോന്നുന്നു മോസസിൻ്റെ മുന്നേക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പല കണ്ടൻസും അല്ലെങ്കിൽ ചിലപ്പോൾ ഇവൻ പുസ്തകങ്ങൾ വരെ തമാശകൾ, ജോക്സ്, കോമഡികളൊക്കെ തിരുത്തപ്പെടേണ്ടി വരില്ലേ? പല സിനിമകളിലെയും കണ്ടൻസ് അന്ന് തമാശയായിരുന്ന പലതും ഇന്ന് ട്രൂത്ത് മനസ്സിലാക്കി വരുമ്പോൾ തിരുത്തപ്പെടേണ്ടി വരില്ലേ എന്നുള്ളതാണ്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പം ഞാൻ ഈ അമ്മയെക്കുറിച്ച് ഒരിക്കൽ വളരെ അഫെക്ഷനേറ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീടിൻ്റെ താഴത്ത് ഒരാളുടെ കമൻ്റാണ്, മക്കളെ തലക്കടിച്ച് കൊല്ലുന്ന അമ്മമാരും ഇല്ലേ? ഈ ബാലൻസ് ഒരു വാക്കുണ്ടോ? എല്ലാത്തിലും നമുക്ക് ഈ വാക്ക് അപ്ലൈ ചെയ്യാം. ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിന് ബാലൻസ് എടുത്താൽ നമുക്ക് കുറെ കൂടി ക്ലിയർ ആണ് കാര്യങ്ങൾ. ഇപ്പം അമ്മയെക്കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നാളെ തുടങ്ങി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്ട്രീമിറ്റിയോട് ഞാനും യോജിക്കുന്നില്ല. എല്ലായിടത്തും പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റി അത് ബാധിക്കുകയായിരിക്കും. ഇപ്പം പെൺകുട്ടികളെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അങ്ങനെയുള്ളവർ നമ്മൾ എല്ലാ ദിവസവും തന്നെ വാർത്തയിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ സിനിമയിൽ പോർട്രേ ചെയ്യുമ്പോൾ നമുക്കത് എന്തുകൊണ്ടൊന്നും ചോദിക്കാൻ അവകാശമില്ല. പക്ഷേ അയാളെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് ഭയങ്കര ഒരു ഹീറോ ഫിഗർ ആക്കി കഴിയുമ്പോൾ എവിടെയോ അത് ക്വസ്റ്റ്യനബിൾ ആണ്. ഏതൊരു ആശയത്തെയും ഒരു ആശയം പോലും യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പറഞ്ഞ ട്രൂത്ത് മനസ്സിലാക്കിയാൽ ഞാൻ ഉപയോഗിച്ച വാക്ക് കുറെ കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. യു മൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദം ബെറ്റർ, സ്റ്റിൽ യു ഹാവ് സ്പേസ് ടു ഹേറ്റ് ദം. പക്ഷെ നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ ഭംഗിയായി കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പൊടി പിടിച്ചൊരു കണ്ണാടിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് കുറച്ച് തൂത്താൽ പോലും ഒരു ചെറിയ ക്ലാരിറ്റി കിട്ടും. നമ്മൾ പിയേഴ്സ് സോപ്പിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ പോലും അപ്പുറത്തുള്ള ആളുകളെ പണ്ട് നമുക്ക് കാണാൻ പറ്റും.
ഒരു കണ്ണാടിയുടെ നല്ല ക്ലിയർ ആയിട്ടുള്ള കണ്ണാടി കൂടി ആണെങ്കിൽ കുറെ കൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റും. നമ്മുടെ കാഴ്ച എവിടെ ബാലൻസ്ഡ് ആണോ അതിനനുസരിച്ച് നമുക്ക് ഏതൊരു ആശയത്തെയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബട്ട് യുവർ ക്വസ്റ്റൻ ഈസ് സ്റ്റിൽ വാലിഡ്. താങ്ക് യു. നമസ്കാരം. എൻ്റെ ചോദ്യം, ഇപ്പം ഞങ്ങളുടെ ഇടയിൽ ഒരു 15 വയസ്സുള്ളൊരു ജോസഫ് അന്നംകുട്ടി ജോസ് ഉണ്ടെങ്കിൽ പുള്ളിക്കാരന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ്, അതായത് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു വൈദികനാകുക എന്നുള്ളതായിരുന്നു. പിന്നീട് പല വഴിത്തിരിവുകൾ കൂടെ ജീവിതം മുന്നോട്ട് പോയി. ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി, പിന്നെ വിവാഹം കഴിച്ചു. പലരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഒരു അഡ്വൈസ് കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുക ഒരു ചൈൽഡ്ഹുഡ് സെൽഫിനോട്? എനിക്ക് ഒരു ഉപദേശം കൊടുക്കാനില്ല. കാരണം ഇത് ഓണസ്റ്റായിട്ട് പറയുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നല്ലതിനായിരുന്നു. എവ്രിതിങ് ഹാപ്പൻ ഫോർ ദ ഗുഡ്. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻ ഓഫ് കോയിൻസിഡൻസസ് ആണ്. സെമിനാറിലേക്ക് എൻ്റെ അപ്പൻ എന്നെ പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പുസ്തകങ്ങളെ പരിചയപ്പെടില്ലായിരുന്നു. ഇന്നും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആ സെമിനാരിൽ നിന്ന് പഠിച്ച അച്ഛനായിട്ടുള്ള കുറച്ച് ആളുകളാണ്. എൻ്റെ സ്പിരിച്വൽ ഫാദേഴ്സ്, എൻ്റെ ഗുരുക്കന്മാർ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുറച്ച് മനുഷ്യരാണ്. അങ്ങനെ ഒരു ഡയറക്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ജീവിതത്തിൽ അന്വേഷിച്ചത് മുഴുവൻ അത്തരം ഇതിൽപ്പെട്ട കുറച്ച് ഫണ്ടൊക്കെയാണ്. അതുകൊണ്ട് എന്നോട് 15 വയസ്സുള്ള എന്നെ കണ്ട ഞാൻ പറയുന്നത് എവറിത്തിങ് ഗോണ ബി ഗുഡ്, ആക്സെപ്റ്റ് ദി ഫ്ലോ ഓഫ് ലൈഫ്. ജീവിതം വരുന്ന ഒഴുക്കിനെ ധൈര്യപൂർവ്വം സ്വീകരിക്കുക, എല്ലാം നല്ലതിനായി വരും എന്നേ ഞാൻ പറയാൻ സാധ്യതയുള്ളൂ. ഐ എം ബീങ് വെരി ഓണസ്റ്റ്. ഇതൊരു പ്ലാൻഡ് ക്വസ്റ്റ്യൻ അല്ല. ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് ചോദിക്കണം എന്ന് തോന്നിയൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് നാളുകളായിട്ട് പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ചേട്ടൻ്റെ. അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര ഇമോഷണലി അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ബന്ധങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്നേഹത്തിൽ കവിഞ്ഞൊന്നും മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാതെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. ചേട്ടൻ ഒരുപാട് ഇത് ഓരോരുത്തരെയും കുറിച്ച്, ചേട്ടൻ്റെ ലൈഫിലുള്ള ഓരോ ആൾക്കാരെയും കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചേട്ടൻ എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഒരു ഉത്തരം പറയാനുണ്ടാവുക? ഒരു പള്ളിയിലൊക്കെ കയറി വാതിലടച്ചിട്ട് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. എനിക്കറിയില്ല ഞാൻ അവർക്കൊക്കെ ആരാണെന്നുള്ളത്. ഞാൻ റീസെൻ്റ് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് ഒരു 190 ആളുകളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് പലരും ആദ്യം എന്നെ ഫോളോ ചെയ്തവരാണ്. പിന്നീട് നമ്മൾ സൗഹൃദത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ തിരിച്ച് ഫോളോ ചെയ്തതാണ്. ഒരു മൊമെൻറ്റിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ചില ചിന്തകൾ വരുമല്ലോ. ഞാൻ വിചാരിച്ചു വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേരെ ഫോളോ ചെയ്യേണ്ടതുള്ളൂ. എനിക്ക് അവരുടെ ഫീഡ് കണ്ടാൽ മതി എന്ന് ഒരു തോട്ടാണ്. ശരിയാണെന്ന് പോലെ അറിഞ്ഞുകൂടാ. പിന്നെ അതിൻ്റെ പുറകിൽ ഒരു എക്സ്പെരിമെൻ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ 30 പേരെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുള്ളൂ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ബാക്കിയുള്ളവരിൽ ഏതാണ്ട് 80% എന്നെ അൺഫോളോ ചെയ്തു. അപ്പോൾ പലപ്പോഴും അവരുടെ സുഹൃത്താണ് ഞാൻ എന്ന് പറയുന്നതിൽ അവർ കൊണ്ടുവരുന്ന അഭിമാനത്തിനപ്പുറം ഞാൻ അവർക്ക് ആരുമല്ലായിരുന്നു. അതാണ് എനിക്ക് കിട്ടുന്ന ഒരു ലേണിംഗ്. എന്നാൽ കുറച്ച് പേരുണ്ട്, നോ മാറ്റർ വാട്ട് യു ആർ ഇമ്പോർട്ടൻറ്റ്. കുറേ പേർക്ക് അറിയാം അവൻ എന്തോ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് എന്നെ അൺഫോളോ ചെയ്ത്. എൻ്റെ ചേട്ടന്മാരുണ്ട് അതിനകത്ത്, എൻ്റെ കുടുംബത്തിലുള്ള. ഇറ്റ്സ് എൻ എക്സ്പെരിമെൻറ്റ്. എപ്പോഴും എനിക്ക് എൻ്റെ ജീവിതം ഇപ്പോൾ പഠിപ്പിക്കുന്നൊരു കാര്യം, എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കൈയടിച്ചിട്ടുള്ള അപരിചിതരാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കൈയടിച്ചിട്ടുള്ളത്. എന്നെക്കുറിച്ച് മോശം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് പരിചയമുള്ളവരാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ട്രൂത്ത് അല്ലേ. അത് ഇപ്പം എൻ്റെ ഒരു കൊളീഗിനോട് ആ ജോസഫ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന മറുപടി, ആള് ഭയങ്കര കമ്പനിയാണ്, ഫണ്ണാണ് ശരിക്കും. പിന്നെ പുള്ളി ആ ഒരു ഇമേജ് കുറിച്ച് പുള്ളിക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുകൊണ്ട് നൈസ് കക്ഷിയാണ്. ഞാനതാണെന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസമാണ്. അവന് വേറെ മറുപടി കൊടുക്കാം, ആളൊരു ദാറ്റ് കിൽസ് എവറിത്തിങ്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യമാണ്, അതുകൂടി പറഞ്ഞിട്ട് ഇതിനുള്ള ഉത്തരം തീർക്കാം. ഞാൻ ടെഡി എന്നൊരു പയ്യനെ കുറിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോൻ്റെ താഴത്ത് ഒരാളുടെ കമൻറ്റ് വളരെ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ആണ്. പ്രിയപ്പെട്ട ജോസഫ്, നിങ്ങൾ പ്രിയപ്പെട്ടവനാണ്, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ കണ്ടിരുന്നു. ഞാനൊന്ന് ചിരിച്ചു. തിരിച്ച് പ്രതീക്ഷിച്ചതൊരു ചിരി മാത്രമാണ്. സമയമില്ലെന്ന് കാണിച്ച് നിങ്ങൾ ഇറങ്ങി ഓടിപ്പോയി. അപ്പം ഞങ്ങളൊക്കെ ആരാണ്? നല്ലത് മാത്രം ആശംസിക്കുന്നു. ഒരാഴ്ചയായിട്ട് പനി പിടിച്ച് ഹോസ്പിറ്റലായിരുന്നു ഞാൻ.
പക്ഷെ ആ കമന്റ് നിങ്ങൾ ആലോചിക്കുക, ഇറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ്. ഞാൻ ഇപ്പൊ ഇയർ ബാലൻസ് ഒന്ന് കിടക്കായിരുന്നു, ഞാൻ മരുന്ന് കഴിച്ച് ഇന്നലെ ഹോട്ടലിൽ കണ്ടപ്പോൾ നിങ്ങൾ നല്ലത് പ്രതീക്ഷിക്കുന്നു, നല്ലത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അത് ലൈക്ക് ചെയ്യുന്ന 21 പേരുടെ മനസ്സിൽ അയാൾ ഈ വർത്താനം മാത്രമുള്ള കണ്ടാൽ എന്താ പറയാ. അപ്പോ എനിക്കറിയില്ല, എനിക്കറിയാം എൻ്റെ അപ്പന് ഞാൻ നല്ലൊരു മോനാണ്, ആനിന് ഞാൻ നല്ലൊരു ഭർത്താവാണ്, എൻ്റെ ചേട്ടന്മാർക്ക് നല്ലൊരു അനിയനാണ്. ദാറ്റ്സ് ഓൾ ഐ നോ. ബാക്കിയൊക്കെ ബോണസാണ്. നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒറ്റ ചോദ്യം കൂടി. കഴിഞ്ഞില്ലല്ലേ എന്ന്. ജോസഫ് എപ്പോഴും ഇതുപോലെ ഒരുപാട് റെഫറൻസസ് പറയും നമ്മൾ കേട്ടിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ബുക്കിന്റെ കാര്യത്തിലായാലും ഇപ്പൊ പറഞ്ഞ ആളുടെ കാര്യത്തിലാണെങ്കിലും നമ്മളെല്ലാവരും ഇതുപോലെ ഓരോ കമന്റ്സ് കാണുന്നുണ്ട്, ആളുകളെ കാണുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്കില്ലാണ്. ചോദ്യം ഇതാണ്, ഇത്രയും അധികം ആളുകളെയും ഇത്രയും അധികം സിറ്റുവേഷൻസിനെയും ഇൻസിഡൻസിനെയും ബുക്സിനെയൊക്കെ ഓർത്തിരിക്കുന്ന ജോസഫ്, അല്ലെങ്കിൽ സംസാരിക്കുന്ന എഴുതുന്ന ജോസഫിന് ലൈഫിൽ ഏറ്റവും വലിയ ലെസൺസ് തന്നത് പുസ്തകങ്ങളാണോ മനുഷ്യരാണോ? 100% ഇത് മനുഷ്യരാണ്. അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏതൊരു പുസ്തകം വായിച്ചാലും നമ്മൾ കണ്ടുപിടുന്ന കുറേ മനുഷ്യർ, നമ്മളെ സ്നേഹം കൊണ്ട് ഇങ്ങനെ നിറച്ചിട്ട് നമ്മുടെ ശത്രുവായി മാറുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഈ വിവാഹം കഴിഞ്ഞ പിന്നെ ഞാൻ കുറേ പേർക്ക് ശത്രുക്കളായിട്ടു. എനിക്കത് എങ്ങനെയാണെന്ന് എൻ്റെ ഒരു ഐഡിയ പോലും ഇല്ല. കാരണം എല്ലാ വീഡിയോയുടെയും താഴത്ത് ആദ്യം കമൻ്റ് ഇടുന്നതിൽ ആനന്ദം കണ്ടെത്തിയോ, നമ്മൾ സ്ഥിരം കമൻ്റ് ഇടുന്ന നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. എന്നെക്കുറിച്ചുള്ള എൻ്റെ ഒരു വീഡിയോ BGM ഒക്കെ ഇട്ട് ഇറക്കിയ ഒരു വീടിൻ്റെ അത് അയാളൊരു നെഗറ്റീവ് കമൻറ്റ് കൊണ്ടിടുന്നു. അപ്പോൾ അവരുടെ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലായിരിക്കുമ്പോഴാണ്, അപ്പോൾ നമ്മൾ ഇവരൊന്നും മറക്കൂല. മനുഷ്യരാണ് ഏറ്റവും നല്ല പാഠങ്ങൾ. ഈ വരാനിരിക്കുന്ന പുസ്തകം ഇങ്ങനെയുള്ളൊരു മനുഷ്യരെ കുറിച്ചിട്ടാണ്. മനുഷ്യനോളം നല്ലൊരു പാഠം വേറെ ഇല്ലെന്നാണ് നോക്കി. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എഗ്രി ചെയ്യാൻ പറ്റില്ലേ, നമ്മൾ എത്ര പുസ്തകം വായിച്ചാലും നിങ്ങളുടെ ബോസിനേക്കാൾ നല്ലൊരു പാഠം വേറെ ചിലപ്പോൾ ഉണ്ടാവില്ല. മനുഷ്യരെയും പിന്നെ ഓർത്തിരിക്കാൻ കാരണം, ഒരു 10,000 പേര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ 100 പേരെ നമ്മൾ ഓർക്കും. ആ 100 പേരിൽ 100 പേര് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാൻ കോമ്പീറ്റ് ചെയ്യുമ്പോൾ, കോമ്പീറ്റ് ചെയ്യുന്ന ഉദ്ദേശം നമ്മളെ കിട്ടാനുള്ള ആവേശമല്ല, ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ ഒരു 10 പേര് മാത്രം നമ്മളെ കണ്ണുടക്കി പോവാണ്. അത് അത്രയും ഇൻറ്റൻസ് ആയിരിക്കണം. അതുകൊണ്ട് അവർ ഓർത്തെടുക്കുന്നു, ഓർത്ത് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ ഡെഫിനറ്റ്ലി കൈവറയിലുണ്ട്, എന്നാലും ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന ഒരാൾ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്ന, നാളെ ഒരിക്കൽ പറയാം ടോക്കിന് ശേഷം ഒരാൾ ഇടത് കൈ വരച്ചെങ്കിലും വലത് കൈ സ്ട്രോങ് ആയി പിടിച്ച് ചോദ്യം ചോദിച്ചു. ഐ റിമെമ്പർ പീപ്പിൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഓർത്തിരിക്കുന്നത്. മനുഷ്യരാണ് ഏറ്റവും നല്ല പാഠങ്ങൾ. താങ്ക് യു. ഹൃദയത്തിനും ഹാഷ്ടാഗിനും അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോലും 30 ഹാഷ്ടാഗ് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസത്താണ് 3 ഹാഷ്ടാഗ് ആക്കി ചുരുക്കിയത്. അത്രയാണ് നമ്മൾ എല്ലാത്തിൻ്റെയും ലിമിറ്റിലേക്ക് വരുന്നത്. 2025 റിലേഷൻഷിപ്സിന് 3 ഹാഷ്ടാഗ് വെച്ച് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. #married, #new book. ഞാൻ ഹാഷ്ടാഗ് ഇടാത്ത ഒരാളാണ്, പിന്നെ പറയാൻ വേണ്ടി 3 ഹാഷ്ടാഗ് പറയാന്നുള്ളത്. പിന്നെ #people ആണ് ഞാൻ എപ്പോഴും ഇടുന്നത്. ഐ ലവ് പീപ്പിൾ. എനിക്ക് മനുഷ്യരെ ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യർ അടിപൊളിയാണ്. നമ്മളതൊരു എന്നെ പറയുമ്പോൾ കണ്ടുപോലും നിറഞ്ഞു പോകും. മനുഷ്യർ അത്രയും നല്ലതാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ലോകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എല്ലാ വീഡിയോൻ്റെയും പോസ്റ്റിൻ്റെയൊക്കെ താഴത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഹാഷ്ടാഗ് ഇതാണ്, #people. മനുഷ്യനായിരിക്കുക എന്നുള്ളത്. അത് 3 ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹാഷ്ടാഗ്സ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജോസഫിന്റെ ഇതുവരെയുള്ള സെഷൻസിൽ ഇത്രയും ചെറിയൊരു അറ്റൻഡ് ഉണ്ടായിട്ടോന്ന് അറിയില്ല. 7 മാസമുള്ള കുഞ്ഞാവ് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞാണ്. ഒരുപാട് ഇന്ന് കുറെ കോണ്ടന്റ് കിട്ടി കാണും. അപ്പോൾ എൻ്റെ ഒരു #, പേഴ്സണൽ അച്ചീവ്മെൻറ്റും കൂടിയാണ് ജോസഫിനൊപ്പം സംസാരിക്കുന്നതും ഹോർത്തൂസിൽ നിങ്ങൾ എല്ലാവരും മുമ്പിൽ സംസാരിക്കുന്നതും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ചെറിയ മെമ്പറും കൂടി ഇതിൻ്റെ ഒപ്പം ഉള്ളതും. അപ്പോൾ ഒത്തിരി സന്തോഷം ഇത്രയും നേരം ഇത്രയും പേഷ്യൻസോടെ ഇത്രയും സന്തോഷത്തോടെ ഇത്രയും അറ്റൻറ്റീവായിട്ട് ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തതിന്. എൻ്റെ ഒരു വലിയ താങ്ക്സ് ജോസഫ്, അന്നൻകുട്ടി, ജോസ്. ഇറ്റ് വാസ് പ്ലഷർ ഹാവിങ് യു. അപ്പോൾ സൈൻ ഓഫ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.